ഇന്ന് ഇളകുന്ന രാജ്യം എന്നാണ്. എത്ര ലോകമുണ്ട് എന്ന ചോദ്യത്തിന് ഫിലിപ്പിയ ലേഖനത്തിൽ കെനോട്ടിക് പാസേജ് എന്ന് വിളിക്കുന്ന ഒരു വേദശാസ്ത്രമുണ്ട്. അതായത് കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 7 പടികൾ, 7 സ്റ്റെപ്പുകൾ. അതാണ് 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒരുച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തിയ മരണത്തോളം ക്രൂശിന് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. തൊട്ടെണ്ണയാൽ 7 പോയിന്റുകൾ നമുക്കവിടെ കിട്ടും. അതിനുശേഷം കർത്താവായ യേശുവിനെ പിതാവായ ദൈവം ഉയർത്തുന്ന 7 സ്റ്റെപ്പുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന ആ 7 സ്റ്റെപ്പുകളിൽ 3 ലോകങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത്, അങ്ങനെ യേശുവിനെ എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും. സത്യത്തിൽ എനിക്ക് ആവേശത്തോടെ ഞാൻ പലയിടത്തും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് യേശു ആരാണ്, ക്രിസ്തു ആരാണ്, കർത്താവ് ആരാണ് എന്നുള്ളത്. അതിൽ ഞാൻ പറയുന്ന ഒരു വാചകം ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ പറയുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. നമ്മുടെ യോഗത്തിൽ 100-500 പേരെ ഒരു പക്ഷെ കാണത്തുള്ളൂ. പക്ഷേ ഇരിക്കുന്ന യോഗത്തിന് നമ്മൾ മഹായോഗം എന്ന് പേരിടുവാനുള്ള കാരണം നമ്മൾ ആരുടെ മുൻപിലാണ് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് യോഗത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. നമ്മളിരിക്കുന്ന ഒരു മഹാദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മളിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ ഒരു നാമമുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. 3/4 ചക്രത്തിൻ്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത് മുക്കുപണ്ടങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3-4 പേര് എങ്ങാണ്ട് ഏതിലേക്ക് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലല്ല ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കാനുള്ള ഭാഗ്യം തന്നല്ലോ ദൈവം. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അവിടെ 3 ലോകവും മുഴങ്കാൽ മടക്കുന്ന ഒരു നാമം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നിവൃത്തിയായി എന്ന് പറയുന്ന 3 ലോകത്തോട്, സ്വർലോകത്തോട്, ഭൂലോകത്തോട്, അധോലോകത്തോട്. സ്വർലോകത്തോട് തിരുവെഴുത്തുകൾ നിവൃത്തിയായി, ഭൂലോകത്തോട് പാപങ്ങളുടെ പരിഹാരം നിവൃത്തിയായി, അധോലോകത്തോട് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ എൻ്റെ മരണത്താൽ നീക്കി ഞാൻ നിന്റെ അധീനത്തിൽപ്പെട്ടവരെ വിടുവിച്ചിരിക്കുന്നു. 3 ലോകവും കേൾക്കത്തക്ക നിലയിലുള്ള ഒരു ഡിക്ലറേഷനാണ് കർത്താവ് ക്രൂശിൽ നിർവഹിച്ച് നമ്മൾ കാണുന്നത്. ഇവിടെ ഞാൻ ചിന്തിക്കുന്നത്, ഇതിൽ 2 ലോകം ഒരിക്കലും നശിക്കുകയില്ല. സ്വർലോകം നശിക്കില്ല, അധോലോകം നരകവും നശിക്കുകയില്ല. അത് രണ്ടും നിത്യതയാണ്. ചില ആളുകൾക്ക് സംശയമുണ്ട്, നരകത്തിന് നിത്യത എന്ന പേര് പറയാമോ എന്ന്. നിത്യതയാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞാൽ ഈ 2 സ്ഥലത്തും പോയാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ സ്വർലോകത്തിലേക്ക് ചെന്നുപെട്ടാൽ അവിടുന്നും നമുക്ക് ട്രാൻസ്ഫർ ഇല്ല, നരകത്തിൽ ചെന്നുപെട്ടാൽ അവിടുന്നും ഒരു ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ ഈ 2 ലോകത്തിലേക്കും ആരും ഇതുവരെ പോയിട്ടുമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരാരും ഇതുവരെ പോയിട്ടില്ല. മരിച്ചു പോകുന്നവർ റിമാൻഡിൽ വെക്കുന്ന പോലെ ഒരു പ്രത്യേക സ്ഥലങ്ങളിലാണ് പാർക്കുന്നത്. അതൊന്നും നമുക്ക് ബൈബിൾ ക്ലാസ്സിലൂടെ മാത്രമേ വിവരിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ സ്വർലോകത്തിലേക്കും നരകത്തിലേക്കും ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പദപ്രയോഗം പറയുകയാണ്. വീടെല്ലാം പണിത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഷോപ്പെല്ലാം പണിത് കഴിഞ്ഞ് ഒരു നാട കെട്ടി നിർത്തിയിരിക്കുന്ന പോലെ കത്രികയും താലവും ഒക്കെ ആയിട്ട് ആരവാരങ്ങളുടെ അകമ്പടിയോടുകൂടെ അത് ഓപ്പൺ ചെയ്യുന്ന പോലെ ഏതാണ്ട് പണിയെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വർലോകത്തിലേക്കും നരകത്തിലേക്കും പോകേണ്ട ആളുകൾ എവിടെയെന്നറിയാമോ? ഭൂലോകത്തിൽ ഉള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ റാന്നിയിലുള്ള നമ്മളാണ് ഈ 2 ലോകത്തിലേക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ടത്. അതുകൊണ്ടാണ് ഈ മരിച്ചുപോയി എന്ന ആൾ പറയാറുണ്ടല്ലോ. മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളും നിർത്താറില്ല. ഇനി ആൾ മരിച്ചു എന്ന് പറയാറില്ല, മരിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്. പോയി എന്ന് പറയുന്നവനും അറിയാൻ മേലെ എങ്ങോട്ടാണ് പോയെന്ന്, പോയവനും അറിയാൻ മേലെ എങ്ങോട്ടാണ് പോയെന്ന്. എന്നാലും നമ്മൾ പറഞ്ഞു നടക്കുകയാണ് മരിച്ചുപോയി എന്ന് പറയാറുണ്ട്. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോയേ പറ്റത്തുള്ളൂ. അതൊരു നിർമ്മലമായ സത്യമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒന്നുകിൽ മേളിലോട്ട് ഇല്ലെങ്കിൽ താഴോട്ട് പോയേ പറ്റത്തുള്ളൂ. നരകത്തിലേക്ക് മനുഷ്യരെ ആരെയും വിടുകയില്ലെന്നൊരു സൂചന വേദപുസ്തകത്തിനകത്തുണ്ട്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന എന്നാണ് വാക്യം. അപ്പോൾ എങ്ങനെയാ പിശാചിൻ്റെ മക്കളായി തീരുന്നത്? വളരെ സിമ്പിളാണ്. പാപം ചെയ്യുന്നവൻ ആരുടെ മകനായിട്ട് തീരുന്നു? പിശാചിൻ്റെ മകനായി തീരുന്നു. അപ്പോൾ നമുക്കൊരു സെൻട്രൽ ജയിലിൽ പോയി താമസിക്കണമെന്ന് വിചാരിച്ചു. ഇവിടെ ആട്ടിറച്ചിക്കും മാട്ടിറച്ചിക്കും വില കൂടുതലായതുകൊണ്ട് എന്നാൽ പിന്നെ സെൻട്രൽ ജയിലിൽ പോകാം, അവിടെ ആഴ്ചയിൽ ഇറച്ചിയുണ്ട് മീനുണ്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ച് താമസിക്കാൻ പറ്റില്ല. ചുരുങ്ങിയ വർഷം അതിൻ്റെ കാവൽ നിൽക്കുന്ന പാറാവുകാരനായ പോലീസുകാരൻ്റെ മുഖത്ത് ഒരു മേരിക്കോം പഞ്ചെങ്കിലും കൊടുക്കാതെ അകത്ത് കയറി കിടക്കാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് ചുമ്മാ പോകാൻ പറ്റില്ല. അതിനും ചില യോഗ്യതകൾ വേണം. അതിന് പാപം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് എങ്ങനെ പോകാൻ പറ്റുന്നത്? സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നതിന് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് പിശാചിൻ്റെ മക്കൾ എന്ന ആ സ്ഥാനത്ത് നിന്ന് ദൈവമക്കളാകാൻ ലോകത്തിലാരും അധികാരം കൊടുത്തില്ലെങ്കിൽ ആരും തരത്തില്ലായിരുന്നു. പക്ഷെ ദൈവം അധികാരം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സിമ്പിൾ പ്രൊസീജിയർ ആയതുകൊണ്ട് ഇതിന് ആളുകൾക്ക് സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഒത്തിരി കാശ് കൊടുത്തും കഷ്ടപ്പാട് അനുഭവിച്ചും തീർത്ഥാടന യാത്ര നടത്തിയും ഒത്തിരി കർമ്മങ്ങൾ ചെയ്തും വിയർപ്പോടുകൂടെയാണെങ്കിൽ അത് ആളുകൾ സ്വീകരിച്ചത്. അപ്പോൾ വളരെ വിലയുള്ളൊരു സംഗതി. ഒരു സൗണ്ട് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും. 2 കൂടെ ഒന്നാണ് ധരിച്ചു വെക്കരുത്. ഞാൻ മുംബൈയിൽ 10 ദിവസം ആയിരുന്നു. അവിടെ -ഡിഗ്രിയാണ് തണുപ്പ്. അവിടെ വെച്ച് പിടിപെട്ട ഒരു ചുമയാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ചുമ ചുമയ്ക്കുമ്പോഴും പ്രസംഗശാസ്ത്രം അനുസരിച്ചൊരു സോറി
സ്റ്റോറി പറയണമെന്ന്, പക്ഷേ എല്ലാം കൂടെ പറയാൻ തന്നെ നേരം ചുമയ്ക്കാൻ പോകുന്ന എല്ലാം ചുമക്കാതിരിക്കട്ടെ, എല്ലാറ്റിനും കൂടെ ഞാൻ ഒരുമിച്ചൊരു സോറി പറഞ്ഞേച്ചും ശുശ്രൂഷയിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ്. അദ്ദേഹം അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തോളും. സിസ്റ്റം നല്ലതാണ്, അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ അദ്ദേഹം സാവധാനം ചെയ്ത് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. നിങ്ങളാരും അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട, നമുക്കൊന്നത് അറിയാനും പാടില്ല, അത് പ്രത്യേകം ചെയ്തോളും. അപ്പോൾ ഈ ഭൂലോകത്തിലുള്ള ആളുകളാണ് പോകേണ്ടതെങ്കിൽ ഭൂലോകം നശിക്കണം. ഭൂലോകം നശിക്കുക എന്ന് പറഞ്ഞാൽ ഭൂലോകത്തിൻ്റെ അതിർത്തി എവിടെയെന്നറിയാമോ? ഇന്ത്യ നശിക്കുക എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് നശിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. ആദ്യം ഉണ്ടാകുന്ന ആക്രമണം വാഗ ചെക്ക് പോസ്റ്റിൻ്റെ അതിർത്തിയിലാണ്. അപ്പോൾ ഭൂലോകം ഇളകി ഇവിടെ നിന്ന് ഇല്ലാതാകും എന്ന് പറയുന്നത് അതിനർത്ഥം ഭൂലോകത്തിൻ്റെ മുകൾ ഭാഗം ഏതാ? ശൂന്യാകാശമാണ്. സ്വർഗത്തിൻ്റെ 3 തട്ടിൽ ഒരു തട്ടാണ് മേഘമണ്ഡലം എന്ന് പറയുന്ന ഭാഗം. അതാണ് ഈ ശൂന്യാകാശം എന്ന് പറയുന്നത്. താഴോട്ട് പോയാൽ ഏതാ ഭാഗം? 3 ഭാഗമാണ്. ഭൂമിയെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്ന് 35 കിലോമീറ്റർ ഘനമുള്ള ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. രണ്ടാമത്തേത് 2870 കിലോമീറ്റർ ഘനമുള്ള മാൻഡിൽ എന്ന് പറയുന്ന ഭാഗമാണ്. 3ാമത്തെ ഭാഗമാണ് നമ്മൾ പറയുന്ന നരകം. അതാണ് ഇയ്യോബിന്റെ പുസ്തകം 28-ന്റെ 5ാമത്തെ വാക്യത്തിലുണ്ട്. അത് വിശദീകരിക്കുവാനും തെളിയിക്കുവാനും സമയം ഇല്ല. ഭൂമിയുടെ അതോ ഭാഗം ലോവർ ലോവസ്റ്റ് അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു എന്നാണ്. അപ്പോൾ ഭൂലോകം മാറിപ്പോകണം എന്ന് പറഞ്ഞാൽ ശൂന്യാകാശം ഇളകി മാറണം. 2905 കിലോമീറ്റർ താഴോട്ട് വരുമ്പോൾ അവിടെ അതും ഇളകിപ്പോകണം. അവിടെയാണ് മൂലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, 35-ലല്ല. അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഇതിനകത്ത് കേൾക്കണോ? മൂലപദാർത്ഥങ്ങൾ അതിൻ്റെയും കത്തി അഴിയും. കത്തിയാൽ അഴിയും. എങ്ങനെ കത്തി അഴിയുന്നത്? കത്തിച്ചാൽ അഴിക്കാം. അതാണല്ലോ ആറ്റം H2O. കത്തിച്ചാൽ അഴിക്കാം. അപ്പൊ താഴെ ഇവിടുന്ന് ഇളകി മാറിപ്പോകും, ആകാശവും മാറിപ്പോകും. ഇത് രണ്ടിനും ഇടയിലാണ് നമ്മൾ റാന്നിക്കാർ ജീവിക്കുന്നത്. അപ്പൊ ആകാശം കൊടുമുഴക്കത്തോട് പോയി നമ്മുടെ അടിയിൽ 2905 കിലോമീറ്ററുടെ ഇളകി മാറിപ്പോയാൽ പിന്നെ ഇവിടുന്ന് ആർക്കാണ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് ആർക്കാൻ നിൽക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പായിട്ട് പറയുന്നു, ഈ ഭൂമി ഇളകുന്നതാണ്. എന്നാൽ ഇളകാത്ത മറ്റൊരു രാജ്യം ഉണ്ട്. ഇത് രണ്ടും ബൈബിൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഇളകാത്ത രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ, ആ ഇളകാത്ത രാജ്യം സ്ഥാപിക്കാൻ വരുന്ന ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനർത്ഥം ഇവിടെ കർത്താവിന്റെ ദാസൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ എനിക്ക് ആവശ്യമായ കുറിപ്പുകൾ അതിനകത്തുണ്ടായിരുന്നു. ചില താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് 2018 തീരാൻ പോവുകയാണ്. അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് നമ്മളിപ്പോൾ ഏതാണ്ട് ഈ 12 മണിക്കൊക്കെ യോഗം നടത്തുന്ന ഒത്തിരി സഭകളുണ്ട്. 12 മണിക്ക് നമ്മൾ ഒത്തിരി തീരുമാനങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ കേക്കൊക്കെ കുഴച്ച് തിന്ന് കട്ടൻ കാപ്പി കുടിച്ച് വിധിക്കാത്ത സമയത്ത് ഇതെല്ലാം കൂടെ വാരി കുഴച്ച് തിന്ന് 1-ാം തീയതി പണിക്കും പോകാതെ കമന്ന് കിടന്ന് അങ്ങനെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. ഈ ചില ആളുകൾ വന്ന് ആ സമയത്താണ് മുഴുവൻ നുണയം പറയുന്നത്. അത് മുഴുവൻ നുണയാണ്, അതുകൊണ്ട് ഒരു വെടിയും പുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കൃത്യം 12 മണിക്ക് നമ്മൾ മുന്നോട്ട് കാലെടുത്ത് നുണ പറയുമ്പോൾ നാട്ടുകാർ പടക്കം പൊട്ടിക്കും. ഈ നുണയാണേ എന്നും പറഞ്ഞ് അവർ പടക്കവും പൊട്ടിക്കും. അങ്ങനെ ഒരു ശീലം നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ പുതുവർഷത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് വട്ടം എത്താറായ ചിട്ടി കൂട്ടിപ്പിടിച്ച പെട്ടിയിൽ പൂട്ടി വെക്കാനല്ല. ഊന്ന് കൊടുത്തിരിക്കുന്ന ഏത്തവാഴ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനുമല്ല. പുതിയൊരു ആയുസ് ദൈവം തരുന്നത്, പുതിയ വർഷം തരുന്നത്, ഈ വർഷവും കൂടെ ഈ ശരീരത്തിൽ ജീവിച്ചിട്ടും ദൈവത്തിന് ചിലതുകൂടെ ചെയ്യാൻ ഈ ശരീരം ബാക്കി വെച്ചിരിക്കുക. ഈ ഉത്സാഹത്തോടെ നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കണം. ഇത് ഇളകും. ഈ മണ്ണുകൊണ്ട് ശരീരം സൃഷ്ടിച്ചതുകൊണ്ട് ഇതും ഇളകും. 70 ഏറെ ആയാലും ഇതും ഇളകി പോകും. ഇത് ഇളകുന്ന ലക്ഷണങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് നടക്കുന്ന 150 ലക്ഷണങ്ങളാണ്. യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 അധ്യായങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അവ യഥാക്രമം മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിന്റെ സുവിശേഷം 13, ലൂക്കോസിന്റെ സുവിശേഷം 21. യഹൂദന്റെ മുപ്പിരിച്ചരട് അല്ലെങ്കിൽ യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിലാണ് ഈ 3 അധ്യായങ്ങൾ അറിയപ്പെടുന്നത്. അതിനകത്താണ് യേശു വരുന്നതിന് മുൻപ് നടക്കുന്ന ലക്ഷണങ്ങൾ ഒരുവിധമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ പഴയ പുതിയ നിയമത്തിൽ നിരവധി പേജുകളിൽ ചിതറിയും വിതറിയുമായി ഈ ലക്ഷണങ്ങൾ നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയും. അവിടെ ഈ 150 ലക്ഷണങ്ങളെ പഠന സൗകര്യാർത്ഥം വേദചിന്തകന്മാർ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 ഇസ്രായേൽ, ആ രാജ്യത്ത് നടക്കുന്ന ലക്ഷണങ്ങളാണ് 1ാമത്തെ ലക്ഷണം. 2 ഇസ്രായേൽ എന്ന രാജ്യത്തിന് വെളിയിൽ നടക്കുന്ന ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ലക്ഷണമാണ് 2ാമത്തെ ലക്ഷണം. 3 ദൈവസഭയിൽ നടക്കുന്ന ലക്ഷണമാണ് 3ാമത്തെ ലക്ഷണം. 4ാമത്തേത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ലക്ഷണമാണ് 4ാമത്തെ ലക്ഷണം. അതിന് എഴുത്ത് ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേൽ ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, സഭാലക്ഷണങ്ങൾ, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൽ ഒരു ലക്ഷണങ്ങളും എനിക്ക് പറഞ്ഞു ഒപ്പിക്കാൻ പറ്റത്തില്ല. ഒരു ഭാഗം മാത്രമേ പറയാൻ ഒക്കത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ഈ പ്രസംഗത്തിലിട്ടിരിക്കുന്ന പേര് ഇളകാത്ത രാജ്യം എന്നുള്ളതാണ്. സ്തോത്രം. ഇളകാത്ത രാജ്യം എന്ന് ഞാൻ പറഞ്ഞിട്ടും ഒരെണ്ണം ഇളകി കണ്ടില്ല. ഇവിടെ ആർക്കും പോകണമെന്നില്ലാത്തതുകൊണ്ടാണോ അറിയത്തില്ല. കാരണം ഇവിടെ ആകെപ്പാട് ഈ നമ്മൾ എപ്പോഴാണ് സ്വത്രം പറയുന്നത്? നമ്മുടെ അടിത്തറ കൊല്ലുമ്പോഴാണ് നമ്മൾ സ്വത്രം പറയുന്നത്. ഈ ഒരു ജലപ്രളയം എന്നും പറഞ്ഞൊരു സാധനം ഇതിലെ വന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഞങ്ങൾ ചോദിച്ചു, സാറേ ലോകം അവസാനിക്കുമ്പോൾ ഈ ആളുകളൊരു പ്രശ്നം നാളെ മലയിടിയുമ്പോൾ സുനാമി വരുമ്പോൾ ഒക്കെ ചോദിക്കും. ഇന്തോനേഷ്യയുടെ സമീപത്തുള്ള സുമാത്ര ദ്വീപിൽ നിന്ന് 2461 കിലോമീറ്റർ ദൂരത്തേക്കാണ് സൂപ്പർ സോണിക് വിമാനത്തിന്റെ വേഗതയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 30 അടി ഉയരത്തിൽ ജാപ്പനീസ് ഭാഷയിൽ വിളിക്കുന്ന സുനാമി, വെള്ളിത്തിരമാല, കന്യാകുമാരി മുൻപിൽ വന്ന്
രണ്ടായിട്ട് കീറിപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. 15% അങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ആളുകൾ ചോദിക്കും, ലോകം അവസാനിക്കാൻ പോവാണോ, ലോകം അവസാനിക്കാൻ പോവാണോ? എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമ്മൾ കിഴക്കോട്ട് തിരിച്ചതും കുരിശ് വരയ്ക്കുന്നത്, യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ഒരു കൂടും എഴുതി ഒന്നിച്ചൊക്കെ കത്തിക്കുന്നതും ഉപസിക്കുന്നതും ഗീറപ്പായിൽ മുട്ടുകുത്തുന്നതും തൊണ്ടൊക്കെ വരളുന്നൊക്കെ ആ സമയത്താണ്. അതിനൊന്നുമില്ല. ഒരു കാര്യം, അന്ന് അവന്റെ ശബ്ദം ഭൂമി ഇളക്കി എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ദൈവം ഭൂമിയെ വെള്ളത്തിൽ ഇട്ട് നശിപ്പിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ആളുകൾ പറയുന്നത് വലിയ സുനാമി വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൗരയൂഥത്തിന് തൊട്ടടുത്തുള്ള പെർസിയൂസ് എന്ന് പറയുന്ന സൗരയൂഥത്തിൽ നിന്ന് 2 ലക്ഷം പ്രകാശവർഷം വലിപ്പമുള്ള ഒരു സുനാമിയാണ് വരാൻ പോകുന്നത്. ഇവിടെ ഭൂമിയിൽ 3 തരത്തിലുള്ള കമ്പനങ്ങളാണ്: ടെക്ടോണിക്, പ്ലൂട്ടോണിക്, വോൾക്കാനിക്. ഇത് കോസ്മിക് എന്ന് പറയുന്ന കമ്പനത്തിൽപ്പെട്ട മറ്റൊരു സംഭവമാണ്. അപ്പൊ ആളുകൾ പേടിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണോ, ലോകം അവസാനിക്കാൻ പോവുകയാണോ? അത് അവസാനിക്കാൻ ലോകത്തെ ദൈവം അങ്ങനെ അവസാനിപ്പിക്കില്ല. പണ്ട് ആദാമിന് മുൻപ് ഈ ഭൂമിയെ മുഴുവൻ വെള്ളത്തിനകത്താക്കി ദൈവം കറയും കളങ്കവും ഒക്കെ വന്നു കഴിഞ്ഞപ്പം ആദാമിന് കൊടുത്തിച്ച് പറഞ്ഞു, ആദാമേ, ഈ ഭൂമി വളരെ മോശമായിരിക്കുകയാണ്, നന്നാക്കി ഞാനൊന്ന് കഴുകി നിനക്ക് തരികയാണ്, അതുകൊണ്ട് നന്നായിട്ട് ജീവിക്കണം. പക്ഷെ നോഹയുടെ കാലഘട്ടം വന്നപ്പോഴേക്കും അതേ പാപം വീണ്ടും ആവർത്തിക്കപ്പെട്ടു. നമ്മളൊക്കെ ഈ വെള്ള ഷർട്ട് കണ്ടമാനം കഴുകി കഴിയുമ്പോൾ എൻ്റെ ഭാര്യ പറയാറുണ്ട്, ഇനി കഴുകിയാൽ അത് പിഞ്ചിപ്പോകും, വെളുക്കത്തില്ല, കറയായി, കളങ്കമായി, അതുകൊണ്ട് സ്റ്റിഫാൻ ഷൈൻ മുക്കാൻ ഒക്കെ അവർ ശ്രമിക്കാറുണ്ട്. പറയും, ഇനി ഇത് കഴുകിയാൽ പറ്റത്തില്ല, അങ്ങ് കീറിപ്പോകും, പിഞ്ചിപ്പോകും, വേറെ മേടിച്ചോളാൻ പറയും. ഇതുപോലെ നോഹയുടെ കാലഘട്ടത്തിൽ ഈ ഭൂമി രണ്ടാമത് ഒന്നുകൂടെ നമ്മളെന്താ പറയുക, കാരത്തിനകത്തിട്ട് പുഴുങ്ങി കഴുകി അതിനെ സ്റ്റിഫാൻ ഷൈൻ മുക്കി നോഹയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഇതിനെ നിങ്ങൾ പാപിച്ച് നശിപ്പിക്കരുത്. കാരണം ഇനി ഞാനിതിനെ പിഴിഞ്ഞാൽ, നമ്മൾ പിഴിയുന്ന പോലെ അല്ലല്ലോ, ദൈവം ഓൾ മൈറ്റി ഗോഡ് അല്ലേ, സർവശക്തൻ. ഒരു പിടിച്ചിട്ട് പിഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണുകയില്ല. 2 പ്രാവശ്യം പിഴിഞ്ഞതാ, ഇനി ഞാൻ പിഴിയത്തില്ല, പിഴിഞ്ഞാൽ ഇത് പിഞ്ചിപ്പോകും. അതുകൊണ്ട് ഇനി നിങ്ങൾ നോഹയുടെ കാലഘട്ടത്തിലെ പാപം പോലെ നിങ്ങൾ പാപം ചെയ്ത് ലോകത്തെ വഷളാക്കിയാൽ ഞാൻ ഇതിനെ പിഴിയത്തില്ല, കഴുകത്തില്ല, ഞാൻ തീക്കായി ഇതിനെ സൂക്ഷിച്ചിരിക്കുന്നു, കത്തിച്ച് കളഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു, അപ്പൊ എന്ത് ചെയ്യും? വേറൊരു ഭൂമിയുണ്ട്. ഏതാ ഭൂമി? പത്മോസിന്റെ പാറപ്പുറത്ത് മുട്ടുമടക്കി യോഹന്നാന്റെ ആത്മീക നേത്രങ്ങൾ കണ്ടൊരു ഭൂമി തുപ്പട്ടി പോലെ 21 നൂറ്റാണ്ടായി തൂക്കി നിർത്തിയിരിക്കുകയാണ്. അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അതിങ്ങോട്ട് ഇറങ്ങി വരാൻ അധികം താമസമൊന്നും ഇല്ലെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഭൂമിയെ ദൈവം വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കത്തില്ല. പക്ഷേ ആളുകൾ ഒന്ന് പേടിച്ചു, ഒന്ന് വരണ്ടു. എന്താ കാര്യം? ഈ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുമ്പോൾ റാന്നിക്കാരൊക്കെ വിചാരിച്ചു അതൊക്കെ ഈ കേരളത്തിന്റെ 750 കിലോമീറ്റർ നീളത്തുള്ള കടൽ തീരത്ത് എറണാകുളം കുളം എന്നാണ് അതിന്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളൊക്കെ എറണാകുളംകാരാണ്, അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യമല്ലേ എന്നൊക്കെയാണ് നിങ്ങളൊക്കെ വിചാരിച്ചു. ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡൊക്കെ ഒരു പ്രൈവറ്റ് ബസിന്റെ മേളിൽ വെള്ളം കയറുമെന്ന് ഞങ്ങളാരും വിചാരിച്ചിട്ടില്ല. നിങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ എന്താണെന്ന് വല്ല അറിയാമോ? പണ്ട് പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ ഒരു മുദ്രാവാക്യം വിളിച്ചു പറയും, സൂചനയാണ്, ഇത് സൂചനയാണ്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ഒരു സൂചനയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ വെള്ളപ്പൊക്കം വന്നതുകൊണ്ട് അത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി എന്ന് മാത്രം അങ്ങോട്ട് വിചാരിച്ചാൽ മതി. എന്തോരം മെസ്സേജുകളൊക്കെ വാട്സാപ്പിൽ വരുന്നറിയാമോ? ചെല്ലു പറഞ്ഞു, വെള്ളം വന്നു, ഉള്ള വെള്ളത്തെ കൊണ്ടുപോയി. നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ കലങ്ങി കിളക്കുന്ന ചേറ് വെള്ളം കൂടെ നമ്മുടെ വീട്ടിലോട്ട് കയറി വന്നു. കുടിക്കുന്ന വെള്ളത്തിനകത്തോട്ടത് കലർന്നു. പിന്നെ വെള്ളം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളം കുടിക്കാനും കൊള്ളത്തില്ല, അത് മോട്ടോർ വെച്ച് അടിച്ച് വറ്റിക്കേണ്ടി വന്നു. അതാണ് ഈ പറഞ്ഞ വെള്ളം വന്നു, വെള്ളത്തെ കൊണ്ടുപോയി എന്ന്. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത കണ്ടമാനം സാധനങ്ങൾ വലിച്ചെറിഞ്ഞല്ലോ പുഴയിലേക്ക് മറ്റുമൊക്കെ. അതെല്ലാം സുരക്ഷിതമായി നമ്മുടെ വീട്ടിനകത്ത് തിരിച്ചു തന്നിട്ട് വെള്ളം പോയിട്ടുണ്ട്. എന്തൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ലക്ഷക്കണക്കിന് ടൺ കണക്കിന് സാധനം നമ്മൾ പിന്നെയും JCB കൊണ്ട് അങ്ങോട്ട് തന്നെ കോരിയിട്ടു. അത് നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യത്തുള്ളൂ. എന്നാലും സംഗതി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും അതുപോലെ തിരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ പിടിച്ചു. പെന്തിക്കോസ്തുകാരുടെ ഹോളിൽ ഒരു കാലത്തും കയറില്ല, ചത്താ കയറില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞങ്ങളുടെ ഈ ചാലക്കുടി പുഴയും പെരിയാറുമാണ് ആദ്യം കരകവിഞ്ഞത്. ഞാനാണെങ്കിൽ കഴിഞ്ഞ ഈ മാസം 26 4.25 സെന്റിനകത്തൊരു കൊച്ചു വീട് മേടിച്ചു. എൻ്റെ വീട് പ്രവേശനം വന്നവർ പറഞ്ഞു, എവിടെ പോയി ഈ പാർട്ടി വീട് മേടിച്ചിരിക്കുന്നത്? 10-35 കൊല്ലം കർത്താവിനോട് സേവിച്ചിട്ട് 4.25 സെന്റിനകത്ത് ഇത്രയും കാശ് കൊടുത്ത് ഒരു മലയുടെ മണ്ടയ്ക്ക് വീട് മേടിച്ചിരിക്കുന്നു. വന്നവരെല്ലാം നേരിട്ടൊന്നും പറഞ്ഞില്ല, ഫോണിൽ കൂടെ ചീത്ത പറഞ്ഞാൽ പോയത്. പക്ഷേ ഈ ജലപ്രളയം വന്നു കഴിഞ്ഞപ്പോൾ 10 പേര് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ദുരിതാശ്വാസ ക്യാമ്പ്. അപ്പോൾ അവർ പറയാം, നല്ല വീടാട്ടോ പാസ്റ്ററെ, ഇത്രയും നല്ല വീട് ലോകത്തിലെങ്ങും വേറെ കിട്ടാനില്ല എന്ന്. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു കാലത്ത് പെന്തിക്കോസ്തുകാരെ പള്ളി കയറില്ല എന്ന് പറഞ്ഞ കുറേ ആളുണ്ട്, ചത്താലും കയറില്ല എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുള്ള പെന്തിക്കോസ്തുകളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിന് വേണ്ടി തുറന്നു കൊടുത്തേക്കുകയായിരുന്നു. അപ്പോൾ ഈ ചത്താലും കയറില്ല എന്ന് പറഞ്ഞപ്പോൾ ജീവനോടെ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ ചെന്നിട്ട് ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ 9:15 പ്രസംഗം നിർത്തണം, അവിടെ 9:15 വേണ്ട, 10:15 വേണ്ട. എന്നോട് പറയുന്നു, പാസ്റ്റർ കുറച്ചും കൂടെ പറ, ആർക്കും എങ്ങും പോകണ്ടെന്ന്. നമ്മൾ 9:15 ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വാച്ച് കിട്ടിയെ കൊണ്ട് ഹല്ലേലൂയ പറയില്ല. അവർക്ക് എവിടെയും പോകണ്ടെന്നാണ് ഈ പറഞ്ഞർത്ഥം. ദുരിതാശ്വാസ ക്യാമ്പിലുള്ള വർത്താനങ്ങൾ കിട്ടി ചിരിച്ച് മണ്ണ് കപ്പ്. ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിക്കാൻ ഒരുത്തം കിട്ടുക ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കിട്ടില്ലേ? എടാ ബ്രാഞ്ച്, ഇവിടെ ഭയങ്കര സുഖമാണ്, ഈ മാട്ടിറച്ചി തിന്ന് മടുത്തട. ഇവിടെ വന്നപ്പോഴാണ് ആട്ടിറച്ചി തിന്നാൻ തുടങ്ങിയത്. ഇന്നലെ കിട്ടിയത് 4 ലുങ്കിമുണ്ടാണ്, ഇന്ന് കിട്ടിയത് 3 കൈലിയാണ്, വേറെ കിട്ടിയിട്ടുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ഓരോരോ സാധനം കിട്ടിയിട്ടുണ്ട്. അവനൊറ്റ സങ്കടമുള്ള എന്നറിയാമോ? ദുരിതാശ്വാസ ക്യാമ്പ് അവസാനിക്കില്ലേ, എന്നൊരൊറ്റ സങ്കടമേ അവൻ്റെ ജീവിതത്തിലുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് പ്രിയപ്പെട്ടവര്. ഈ ലംബോർഗിനി എന്ന് പറഞ്ഞ വണ്ടി വിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ ഒരാൾ വിലപിക്കുന്നു, ഈ സാധനം വീട്ടിലേക്ക് വരാനുള്ള വഴിയില്ലാന്ന്. 1 ലക്ഷം രൂപ കൊടുത്ത് 2 ലക്ഷം രൂപ കൊടുത്ത് 3 ലക്ഷം രൂപ കൊടുത്ത് 4 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്ത് 6 ലക്ഷം രൂപ കൊടുത്ത് 7 ലക്ഷം രൂപ കൊടുത്ത് 8 ലക്ഷം രൂപ കൊടുത്ത് 9 ലക്ഷം രൂപ കൊടുത്ത് 10 ലക്ഷം രൂപ കൊടുത്ത് 11 ലക്ഷം രൂപ കൊടുത്ത് 12 ലക്ഷം രൂപ കൊടുത്ത് 13 ലക്ഷം രൂപ കൊടുത്ത് 14 ലക്ഷം രൂപ കൊടുത്ത് 15 ലക്ഷം രൂപ കൊടുത്ത് 16 ലക്ഷം രൂപ കൊടുത്ത് 17 ലക്ഷം രൂപ കൊടുത്ത് 18 ലക്ഷം രൂപ കൊടുത്ത് 19 ലക്ഷം രൂപ കൊടുത്ത് 20 ലക്ഷം രൂപ കൊടുത്ത് 21 ലക്ഷം രൂപ കൊടുത്ത് 22 ലക്ഷം രൂപ കൊടുത്ത് 23 ലക്ഷം രൂപ കൊടുത്ത് 24 ലക്ഷം രൂപ കൊടുത്ത് 25 ലക്ഷം രൂപ കൊടുത്ത് 26 ലക്ഷം രൂപ കൊടുത്ത് 27 ലക്ഷം രൂപ കൊടുത്ത് 28 ലക്ഷം രൂപ കൊടുത്ത് 29 ലക്
ഈ ലംബോർഗിനി വരാനുള്ള വഴിയില്ല എന്ന്. സത്യം പറഞ്ഞാൽ അവർക്ക് ലംബോർഗിനി അല്ല, ഹെലികോപ്റ്റർ മേടിക്കാനുള്ള കാശുള്ള ആളാണ്. എന്നാലും അവർ പോയ വഴി എനിക്ക് ഇഷ്ടപ്പെട്ടു, വാഹനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹെലികോപ്റ്റർ മേടിക്കാൻ കാശുള്ള പുള്ളിക്കാരത്തി ചെരുവത്തിനകത്താണ് കയറിപ്പോയത്. ഈ ചെരുവം മേടിക്കാൻ കാശില്ലാത്തൊരു ചേച്ചി ഹെലികോപ്റ്ററിനകത്താണ് കയറിപ്പോയത്. ഈ മാളിക മുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്ന ഭവാന്ന് പണ്ട് കേട്ടിട്ടേ ഉള്ളൂ. ആ ചേച്ചി അറിഞ്ഞുകൊണ്ട് കയറിപ്പോയതല്ല കേട്ടോ. ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ ആകെപ്പടങ്ങി താഴ്ത്തൂടൊക്കെ കണ്ട് യുദ്ധസമാനമായ എന്നിട്ട് പറക്കുന്നത് കണ്ടപ്പം ചേച്ചിക്ക് ഒരു ആഗ്രഹം, ഒരു ടാറ്റ കൊടുത്തേക്കാവുന്നു. വീടിന്റെ മേളിൽ കയറുന്ന ടാറ്റ കൊടുത്തപ്പോൾ അവർ വിചാരിച്ചു വീട് വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് ടാറ്റ രക്ഷിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരുന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ ഫാൻ്റെ കാറ്റ് കാരണം ഈ ചേച്ചി പറഞ്ഞൊന്നും അവർക്ക് മനസ്സിലായില്ല. അവർ കോണി ഇറക്കി കൊടുത്തു. ചേച്ചി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അലർച്ചയാണെന്ന് കരുതി ചാക്കിനകത്തിട്ട് അവർ കൊണ്ടുപോയി, നേരെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് ഞാൻ പറഞ്ഞു, സൂചനയാണെന്ന് പറയാനുള്ള കാര്യം ഇതാണ്. പുഴയുടെ തീരത്തൊക്കെ താമസിക്കുന്നവർക്ക് എന്താ ഒരു അഹങ്കാരം. ഓ, പ്രകൃതി മനോഹരമായി, നയന മനോഹരമായി, ദൃശ്യവിസ്മയം, വിരുന്നൊരുക്കുന്ന കാഴ്ച, സെന്റിന് 25 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പെരിയാറെ പർവ്വത നിരയുടെ പനനീരെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണെന്നറിയാമോ? ഈ ജലപ്രളയം അങ്ങോട്ട് കഴിഞ്ഞ് ആലുവ നമ്മുടെ പെരിയാറിന്റെ തീരത്ത് 10 സെന്റും 2200 സ്ക്വയർ ഫീറ്റിന്റെ വീടും വിൽപ്പനയ്ക്ക്. ഒരു പരസ്യം വന്നിരിക്കുകയാണ്, വില കേൾക്കണോ നിങ്ങൾക്ക്, എന്തെങ്കിലും തന്നാൽ മതിയെന്ന്. ഒരു സെന്റിന് 25 ലക്ഷം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തന്നാൽ മതിയെന്ന്. അപ്പൊ ഇതൊക്കെ ഒരു സൂചനയാണെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇവിടെ ആദ്യം ഇളകുന്ന എവിടെ നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ ഈ ഭൂമി ഒന്നുമല്ല ഇളകുന്നത്. ഭൂമിയിൽ 10,000 കമ്പനങ്ങളാണ്. 4,000 കമ്പനം കരയിൽ നടക്കുന്നു, 6,000 കടലിൽ നടക്കുന്നു. അങ്ങോട്ട് ഞാൻ വരുന്നേ ഇല്ല. ആദ്യം ഇളകുന്നത് എവിടെയാണെന്ന് നമുക്ക് വേദപുസ്തകത്തിലൂടെ പരിശോധിക്കാം. നമുക്ക് ആദ്യം ഇളകുന്നത് ആകാശത്തിലാണ്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ദേവദാസന്മാർ തന്നെ വായിക്കണമെന്നില്ല, ഈ പിള്ളേരെല്ലാം യൂത്താണ്, അവരൊക്കെ നല്ല ഉഷാറുള്ള പിള്ളേരാണ്. അവർ ആരും വായിച്ചാലും കുഴപ്പമില്ല, പാസ് വായിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പാസ് മൂത്താണെങ്കിലും യൂത്ത് പോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് പാസ് വായിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചട്ടെ. ഒത്തിരി വാക്യം വായിപ്പിക്കുകയില്ല, കുറച്ച് വാക്യം മാത്രം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. നിങ്ങൾ ഹഗ്ഗായി പ്രവചനം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി. കാരണം ഇത് അങ്ങനെ എടുക്കാറില്ലാത്ത പുസ്തകം ഇതുകൊണ്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പണ്ടാരോ പറഞ്ഞ പോലെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ പുസ്തകം നിങ്ങൾക്ക് തന്നെ തന്നുവിടുന്നതായിരിക്കും. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതിയാകും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഹഗ്ഗായി പ്രവചനം അങ്ങനെ വാക്യമുണ്ട്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ ഹഗ്ഗായി പ്രവചനം, പ്രത്യേകിച്ച് എൻ്റെ പുസ്തകം പഴയതല്ല എന്ന് തിരിച്ചറിയാൻ ശഫന്യാവിൻ്റെ പുസ്തകം എടുത്ത് നോക്കണം. ഒന്ന് മണത്തും കൂടെ നോക്കിയാൽ മനസ്സിലാവും പുസ്തകം പുതിയതാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ ഹഗ്ഗായി പ്രവചനം ഇനി കിട്ടാത്തവരെ വിഷമിക്കേണ്ട. ഫിലിപ്പിയ ലേഖനത്തിനും ഫിലേമോൻ്റെ ലേഖനത്തിനും ഇടയിലായിരിക്കും ഹഗ്ഗായി എന്ന് വിചാരിച്ച് അവിടെ തപ്പൊന്നും വേണ്ട. അവിടെ അല്ല സംഭവം, പഴയമത്തിനകത്താണ്. ഇപ്പം നീ ചിന്തിക്കേണ്ട, നോക്കിയിരുന്നെച്ചാൽ മതി. 9:15 പ്രസംഗം നിർത്തണമല്ലോ. അവിടെ പറയുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്തിളക്കും? ആകാശത്തെ ഇളക്കും, അടുത്തത് ഭൂമിയെ ഇളക്കും, അടുത്തത് കടലിനെ ഇളക്കും, അടുത്തത് കരയെ ഇളക്കും. എന്തിനാണ് അവ 4 കൂടി ഇളക്കുന്നത്? എന്തിനാ ഇളക്കുന്നത്? തൈരിനകത്ത് പണ്ട് അമ്മച്ചി ഇങ്ങനെ കടകോലിട്ട് ഇങ്ങനെ ഇളക്കുന്ന പണ്ടത്തെ ഒരു ശൈലിയുണ്ട്. കുട്ടികൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അമ്മച്ചി എന്തിനാണ് വെറുതെ ഇങ്ങനെ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് തെക്കോട്ട് വടക്കോട്ട്, വേറെ എങ്ങോട്ട് ഇളക്കാനില്ലല്ലോ. നാട്ടുകളിലാണെങ്കിൽ ചുമ്മാ ഭൂമിക്ക് പ്രദർശനം വെക്കിലോ വട്ടമെങ്കിലും ഇറക്കാം. ഈ കടകടാന്ന ശബ്ദം കേൾപ്പിച്ച് കളകളാന്നുള്ള ഈ അപസ്വരം എന്തിനാണ് എന്ന് പിള്ളേർ ചോദിക്കാറുണ്ട്. അമ്മച്ചിയുടെ ശാസ്ത്രീയ മറുപടി കേട്ടിട്ടുണ്ട്, മക്കളെ ഇതിനകത്ത് മോരുണ്ട്, ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് വില കൂടിയ വെണ്ണയുണ്ട്, ഇതിനകത്ത് ആർക്കും വേണ്ടാതെ പിശറായി കിടക്കുന്ന വെറും വെള്ളവുമുണ്ട്. പക്ഷെ ഒന്നിച്ചാ കിടപ്പ്. ഞാനിങ്ങനെ കടയുന്നത് ചുമ്മാ ശബ്ദം ഉണ്ടാക്കാനല്ല, 4 കൂടെ വേർതിരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആകാശം, ഭൂമി, കടൽ, കര, ഇതെല്ലാവും കൂടെ 150 ലക്ഷണങ്ങൾ ആകുന്ന കടകോൽ ഇട്ട് ഇളക്കാൻ അധികാരമുള്ള സർവശക്തനായ ദൈവം തമ്പുരാൻ ഒരു ഇളക്കി കഴിയുമ്പോഴുണ്ടല്ലോ, ഇവിടെ പലതും വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. നന്മയും തിന്മയും, ഇരുളും വെളിച്ചവും, സാത്താനും ദൈവവും, അതുപോലെ എല്ലാം, സ്വർഗവും നരകവും ഒക്കെ ഇവിടെ വേർതിരിക്കപ്പെടാൻ പോവുകയാണ്. ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ചെന്നായ്ക്കളും കുഞ്ഞാടുകളും വിശുദ്ധന്മാരും അശുദ്ധന്മാരും എല്ലാം വേർതിരിക്കപ്പെടാൻ പോവുകയാണ്. അല്ല, വേർതിരിക്കപ്പെട്ടിട്ട് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? പണ്ടൊക്കെ എന്തെങ്കിലും ഇളക്കുമ്പോൾ പണ്ടൊക്കെ പലതും പൊങ്ങി വന്നിരുന്നു. ഇവിടെ പൊങ്ങി വരാൻ പോകുന്നത് ചരിത്രത്തിലും ഇതിഹാസങ്ങളിലും പറയുന്ന കാര്യങ്ങളല്ല. ബൈബിൾ പറയുന്നു, സകല ജാതികളുടെയും മനോഹര വസ്തു ഇവിടെ വരികയും ചെയ്യും. ഏതാണ് സകല ജാതികളുടെയും മനോഹര വസ്തു? വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിൽ എടുത്തിട്ട് ആത്മഗതം എന്ന വണ്ണം ആകാശത്തിലേക്ക് നോക്കി ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഇസ്രായേലിന്റെ മഹത്വവും സകല ജാതികൾക്ക് വേണ്ടി ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ആകാശം ഇളകുമ്പോൾ, ഭൂമി ഇളകുമ്പോൾ, കടൽ ഇളകുമ്പോൾ, കര ഇളകുമ്പോൾ സകല ജാതികളുടെയും മനോഹര വസ്തു ഇവിടെ വരികയും ചെയ്യും. ഏതാണ് സകല ജാതികളുടെയും മനോഹര വസ്തു? ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞല്ലോ. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. 33.5 വർഷം മാത്രം ലോകത്തിൽ ജീവിച്ച് മുഴുവൻ ലോകത്ത് നിവൃത്തിയാക്കിക്കൊണ്ട് നിത്യത്തിലേക്ക് കടന്നുപോയി. ആ നിത്യത സ്ഥാപിക്കാൻ വരുന്ന ആ യേശു ക്രിസ്തു സകല ജാതികളുടെയും മനോഹര വസ്തു. ജാതി, മത,
വർഗ വർണ്ണ കുലീന കുലഹീന ആര്യ ചണ്ടാല ശകദാസ ബർബരാദി വൈകൃതങ്ങൾ ഭേദമന്യേ ലക്ഷപ്രഭുവിനും ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനും കോടീശ്വരനും ഓരോ ഓണക്കോടി വാങ്ങുവാൻ പണമില്ലാത്തവനും അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും കറുത്തവനും വെളുത്തവനും തൊഴിലാളിക്കും മുതലാളിക്കും ഉടമയ്ക്കും അടിമയ്ക്കും വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഒരൊറ്റ ദൈവം. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തന്റെ ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ തിരിച്ചു വരും. യേശു ഇപ്പോഴൊന്നും കയറിയിരിക്കില്ല, പക്ഷെ ഇരുന്നാൽ ഒറ്റ പ്രതിപക്ഷം പോലും ഇല്ലാതെ 1000 വർഷം ഭരിക്കുവാൻ ഏകചക്രാധിപതിയും ദൈവാധിദൈവവും രാജാതിരാജാവുമായ ആ യേശു വരുന്നതിനെ സാമ്പിൾ തുടങ്ങുന്ന ആകാശം ഇളകി മാറുക എന്നുള്ളതാണ്. എന്താ കാര്യം? അതിലൂടെ യേശു വരാൻ പോകുന്നത്. എവിടെ എടുക്കപ്പെട്ടത്? എല്ലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് യേശു നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും. വഴിയൊരുക്കണ്ടേ. ഈ കൺവെൻഷന് ആ ഫുട്പാത്ത് ഒരുക്കിയതുപോലെ, ഒരു പ്രധാനപ്പെട്ട ആൾക്ക് വീട്ടിലേക്കുള്ള വഴിയൊരുക്കുന്ന പോലെ മേഘങ്ങൾ നടുവേ വഴി വിളർന്നുകൊണ്ട് ആദ്യം ലക്ഷണം കാണിക്കുന്നത് ആകാശം ഇളകുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നതിനാൽ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ നോക്കിക്കൊണ്ട് നിർജീവന്മാരാകുമെന്നാണ്. അറ്റാക്ക് വന്ന് ചത്തുപോകുന്നതാണ്. ഒരു വാക്യം കൂടെ വായിച്ചാണ്, വാക്യങ്ങൾ വായിപ്പിക്കുന്നതിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ ആകാശത്തിലുള്ള ചില ലക്ഷണങ്ങളിലേക്ക് മാത്രം നമ്മൾ കടന്നു പോകും. അതോടുകൂടെ 9:15 നമ്മൾ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അതിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. 4 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത്, അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. ഞാനത് വിവരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 3 തരത്തിലുള്ള കമ്പനങ്ങളുണ്ട്, പക്ഷേ ബൈബിൾ 5 തരത്തിലുള്ള കമ്പനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ഭൂകമ്പം, ഏറ്റവും വലിയ ഭൂകമ്പം, ഇടിയോടുകൂടിയ കമ്പനം, ഇടി, മിന്നൽ, നാദം, ഇതിന്റെ അകമ്പടിയോടുകൂടിയ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ അഥവാ റിച്ചർ സ്കെയിലിൽ 2.4 ആരംഭിച്ച് 9.7, 7.5, 8 വരെ നടന്നിട്ടുള്ള കമ്പനങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കമ്പനങ്ങളൊക്കെ തന്നെ ഭൂമിയിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള വെറും ടെക്ടോണിക് കമ്പനങ്ങളുടെ പരിധിയിൽ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കമ്പനങ്ങളൊക്കെ അതിഭയാനകമായ സംഭവങ്ങളായിരിക്കും എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. നമുക്ക് ആകാശത്തിലേക്ക് ഒന്ന് കയറി നോക്കിയേച്ചും സമയം കിട്ടിയാൽ മാത്രം ഭൂമിയിലേക്ക് വരാം. കാരണം ആദ്യം വിളകുന്ന അവിടാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം ഞാൻ അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി, അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. സമയം കിട്ടുമ്പോൾ അതിലേക്ക് ഞാൻ വരും. ഇല്ലെങ്കിൽ അടുത്ത ഭാഗം മുതൽ പറയാണ്, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോയി, നക്ഷത്രങ്ങൾ പെരുങ്കാറ്റുകൊണ്ട് അത്തിക്കായകൾ പഴുത്തിട്ട് താഴെ വന്ന് വീഴുന്ന പോലെ നക്ഷത്രങ്ങൾ, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കണം, ഉൽക്കകൾ വന്ന് ഭൂമിയിലേക്ക് വന്ന് വീഴുകയാണ്. ഈ 3 കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമയം ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു എന്നുള്ളതാണ്. ഈ വിഷയങ്ങളൊക്കെ ആധികാരികമായിട്ട് അവതരിപ്പിക്കുവാൻ കഴിയുന്ന നിരവധി ദൈവദാസന്മാർ ഇന്ന് മലയാളക്കരയിൽ ഉണ്ട്. എൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹിതന്മാരാണ് പലരും. പക്ഷേ ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ എൻ്റെ സഭയിലുള്ള പാവപ്പെട്ട ദൈവമക്കൾക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ എന്ന് ഞാൻ സ്വയമായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്കൊന്ന് പഠിക്കണം തോന്നി. അങ്ങനെ ഞാൻ ചില കാര്യങ്ങൾ പഠിക്കുകയും, സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഭാഗമാണ്, ഞാനത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി പഠിച്ചപ്പോൾ അത്യാവശ്യം പറഞ്ഞ 1-2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഇളകി മാറുമെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, സൂര്യൻ കരിമ്പടം പോലെ കറക്കും എന്നുള്ളതാണ്. എന്താണ് അതിന്റെ ശാസ്ത്രീയമായ വശം എന്ന് പറയുന്നത്? ഈ സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു ചോദ്യം നമുക്ക് ആദ്യം ചോദിച്ചു നോക്കിയാൽ 9,30,00,000 മൈൽ അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എന്ന് ഒരു കാലത്ത് ശാസ്ത്രം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ശാസ്ത്രത്തിന് എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവായ വശമുണ്ട്. നമ്മെ സംബന്ധിച്ച് ഒരു ബിഗ് സല്യൂട്ട് അവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. പക്ഷേ ഒരു മറുവശമുണ്ട്. എന്താണെന്നറിയാമോ? കവികൾ പറയുന്ന ഒരു കവിവചനം പറയാം, ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ചന്ദ്രനിൽ മനുഷ്യൻ പോയി എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അതിന്റെ പടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 8 വർഷമായി തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? അവർ ചന്ദ്രനിൽ സ്ഥാപിച്ച കൊടി ഇങ്ങനെ ഇളകി ആടുന്നുണ്ട്. അവിടെ ജീവനുണ്ടോ, മണ്ണുണ്ടോ, വെള്ളമുണ്ടോ, വായു ഉണ്ടോ? അന്വേഷണമാണ്. ക്യൂരിയോസിറ്റിയും പാത്ത് ഫൈൻഡറൊക്കെ പോയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതിന് മുൻപ് ഈ സംഭവം പോയിട്ട് ഇങ്ങനെ ഈ കൊടി ആടണമെങ്കിൽ അത് ഏതോ സഹാറ മരുഭൂമിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചും ചന്ദ്രനിൽ പോയി പറയുന്നതാണ് എന്ന് കൃത്രിപ്പുകാർ പറയാൻ തുടങ്ങിയിട്ട് 8 കൊല്ലമായിട്ടുണ്ട്. ഇനി അഥവാ അതിന്റെ വശങ്ങളൊക്കെ പുറകെ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നതേ ഉള്ളെന്നർത്ഥം. ഒരു കാര്യം മനസ്സിലാക്കണം, അനന്തം അജ്ഞാതം അവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കിൽ എങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് പറയുന്ന പോലെ നമുക്കതിന്റെ ആനകളൊന്നും വലിയ പിടുത്തമില്ല. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് അങ്ങനല്ല. 9:30 എന്ന കണക്ക് വിട്ടു 15 ലക്ഷം കോടി മൈൽ അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെന്ന് ഇപ്പോൾ ശാസ്ത്രം അതിനെക്കുറിച്ച് പറയുകയാണ്. ഇതിന്റെ അന്തർഭാഗത്ത് 4 കോടി ഡിഗ്രി ചൂടുണ്ട്. ഉപരിതലത്തിൽ 12,000 ഡിഗ്രി ചൂടുണ്ട്. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന തീജ്വാലയുടെ നീളം എന്ന് പറയുന്നത് 25,000 കിലോമീറ്റർ നീളമാണ്. ഞാനിതൊക്കെ കൃത്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾ
ഉപദേശിയുടെ വർത്തമാനം കേട്ടാൽ ആനപ്പുറത്ത് പാപ്പാൻ കയറിയിരിക്കുന്ന പോലെ സൂര്യന്റെ പുറത്ത് തെർമോമീറ്ററുമായിട്ട് കയറിയിരുന്ന് ഇത് അളന്ന് പിടിച്ചു വന്നതുപോലെ ഉണ്ടല്ലോ എന്ന് പറയരുത്. ഞാൻ ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യം നമ്മൾ ഇവിടുത്തെ പഠിപ്പുരയും മറ്റു പേജുകളും ജ്യോതിഷ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കി കണ്ടും പഠിച്ചിട്ട് അവർ പുറത്ത് വിടുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവനാമത്തിന്റെ മഹത്വത്തിൽ നമ്മൾ ലിങ്ക് ചെയ്യാണ് ഇവിടെ, അല്ലാതെ നമ്മളാരും കണ്ടുപിടിച്ച കാര്യങ്ങളല്ല ഇത്. അപ്പൊ ശാസ്ത്രം അത് 9:30 നിന്നും 15 മാറി. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവരെ ഉരുട്ടിക്കൊന്ന ഒരു ശാസ്ത്രത്തിന്റെ പഴങ്കഥ നമ്മളാരും മറന്നുപോയിട്ടില്ലല്ലോ. മറ്റൊരു അബദ്ധം ശാസ്ത്രം പറഞ്ഞു കേൾക്കണോ, സൂര്യൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. അതിപ്പോ സൂര്യൻ അനങ്ങാതെ നിൽക്കുക എന്ന് പറഞ്ഞാലും ഓടുക എന്ന് പറഞ്ഞാലും നമുക്കിത് പോയി അന്വേഷിക്കാൻ പറ്റുമോ? പക്ഷെ നമ്മുടെ ഉപദേശിമാര് പണ്ട് നെഞ്ചുവിരിപ്പോട്ട് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? അവർ പറഞ്ഞു സൂര്യൻ അനങ്ങാതെ നിൽക്കുകയല്ല, സൂര്യനൊരു ഓട്ടമുണ്ട്, സൂര്യന് അയനമുണ്ടെന്ന് പണ്ട് കാലത്തൊക്കെ ഉച്ചവരെ ആരാധനയും ഉച്ച കഴിഞ്ഞ് പരസ്യയോഗവുമായിരുന്നല്ലോ പണ്ടത്തെ പാർഷന്മാരുടെയൊക്കെ പണി. ഞാനൊക്കെ അതിന് പോയിട്ടുണ്ട്, ഉപദേശിമാരുടെ പ്രസംഗം ഏറ്റു പറഞ്ഞ് നിന്നിട്ടുണ്ട്. ഒരു മാവിന്റെ പ്ലാവിന്റെ തണുന്നുണ്ട് 2 തമ്പിയറും ഒരു 2 സഹോദരന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഏറ്റു പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. അന്നേരവും ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട് സൂര്യനും നേരെ വടക്കോട്ട് പോകുന്ന ഉപദേശിമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേദവികാരം കവിതയ്ക്കകത്ത് മഹാകവി കെ വി സൈമൺ സാറിന്റെ ഒരു പരാമർശമുണ്ട്. നോഹ പറഞ്ഞു മഴ വരാൻ പോവുകയാണെന്ന്. അപ്പൊ ആളുകൾ ചോദിച്ചു നോഹ ഈ മഴ എങ്ങനെ ഇരിക്കും? എനിക്കറിയാമല്ല, കാരണം പുള്ളി മഴ കണ്ടിട്ടില്ല. അന്ന് വരെ ഈ മഞ്ഞു പൊങ്ങിയാണ് ഭൂമി നനച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കണ്ടിട്ടില്ലാത്തൊരു സാധനം ഇവനിങ്ങനെ നൂറ്റാണ്ടുകൾ പ്രസംഗിച്ചപ്പോൾ ആളുകൾ പറയുകയാണ് ഇവന്റെ തലയുടെ സ്ക്രൂ 1-2 ഇളകിയിട്ടുണ്ട്. എണ്ണ തേച്ച് കുളി ഭംഗിയായി 2-3 ചെയ്തിടുമെങ്കിൽ കുറെയൊക്കെ മാറും ചെറുപറ പറയിലും പറച്ചിലും മനുഷ്യനായാൽ മണ്ടയിൽ തലച്ചോറ് വേണ്ടേ വല്ല കുണ്ടാമണ്ടിയും ഒപ്പിച്ചിടുമെന്നാണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ നോഹയെ കളിയാക്കിയത് വേദവികാരം എന്ന കവിതയിൽ മഹാകവി കെ വി സൈമൺ സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ കയ്യാല് പണിക്കാരായ ഉപദേശിമാര് 4ാം ക്ലാസ്സിൽ പഠിച്ചവര് ഭാഷ 8 അറിയാമെങ്കിലും ആളുകൾ ആക്ഷേപിച്ച് പറഞ്ഞതാ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉപദേശിമാര് പണ്ടത്തെ ഉപദേശിമാരൊക്കെ നടക്കുമ്പോൾ ഉമ്മിക്കരി കൊണ്ടാ പല്ല് തേക്കുന്നത്. ഉമ്മിക്കരി കൊണ്ടാണ് പല്ല് തേച്ചെന്ന് അറിയാനാണോ എന്നറിയില്ല, ഒരു ഉമ്മിക്കരി പല്ലിന്റെ അവിടെ കാണുകയും ചെയ്യും. അതൊക്കെ പ്രസംഗിക്കുമ്പോൾ അവർ പറയും ഈ ഉമ്മിക്കരി കൊണ്ട് പല്ല് തേക്കുന്ന ഉപദേശി വിവരമില്ലാത്തവര് ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കിടക്കാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവരുടെ ഉമ്മിക്കരിയല്ല നമ്മൾ നോക്കേണ്ടത്, അവർ പറഞ്ഞ ദൈവത്തിന്റെ വചനമാണ് നോക്കേണ്ടത്. എന്താണാവോ നമ്മുടെ പണ്ടത്തെ ഉപദേശിമാർ ഇവിടുത്തെ ശാസ്ത്ര ലോകത്തോട് 1349 ഗ്രാം തൂക്കമുള്ള ഇവിടുത്തെ ശാസ്ത്ര വിശാരദന്മാരുടെ പണ്ഡിത പടുക്കളോട് ഏത് കവലയിൽ നിന്നുകൊണ്ട് സധൈര്യം വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ പിതാക്കൾ വിളിച്ചു പറഞ്ഞു സൂര്യൻ അയനമുണ്ട്. എന്താ കാര്യം? 19ാമത്തെ സങ്കീർത്തനം കയ്യിലിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പറയാൻ മേലെ. അവർ പറഞ്ഞു 19ാമത്തെ സങ്കീർത്തനമാണ് അതിന്റെ അടിസ്ഥാനം. എന്താണ്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശപിതാവിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകലിനെ വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. ഈ ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് അതിന്റെ ഉദയം, മറു അറ്റം വരെ അതിന്റെ അയനം. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ സർക്യൂട്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. 2 വാക്കുകൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ഭാഷമാർ. 1 കൂടാരം ഓട്ടമോടുവാൻ സന്തോഷിച്ചിരിക്കുന്നു. 2 അവിടെ ഒരു സർക്യൂട്ട്, അവിടെ അയനം, സർക്യൂട്ട്. അതുകൊണ്ട് ബൈബിൾ കൃത്യമായി പറഞ്ഞ കാര്യം ശക്തമായിട്ട് അവർ പറഞ്ഞു. ഒന്നുകൂടെ കടത്തി അവർ പറഞ്ഞു ഇത് വടക്കോട്ട് പോകുന്നെങ്കിൽ വടക്കാണ് സ്വർഗം എന്നും കൂടെ നമ്മുടെ ഉപദേശിമാര് പറയാനിടയായി. ഈ വടക്കാണ് സ്വർഗം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞപ്പം പണ്ടാരവക ഭൂമി പതിച്ചെടുത്തവൻ കരനീർത്ത് രസീത് അടയ്ക്കുന്ന പോലെ ഇത്ര ആധികാരികമായി പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു നമുക്ക് ഓളമാണ്, കുതിരവട്ടത്ത് കൊണ്ടുപോകണം, ഊളംപാറിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ശാസ്ത്രത്തോട് ചോദിച്ചു നോക്കാം, എന്താ അവര് പറയുന്നത്? അവര് പറയുന്നത് സൂര്യൻ അയനമുണ്ട്. ഈ സൂര്യനും ഈ ശനിയും ചൊവ്വയും ബുധനും വ്യാഴം എല്ലാം കൂടി ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗത്തിൽ വടക്കോട്ട് യാത്ര ചെയ്യുകയാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ച് ഈ വടക്കല്ല, വടക്കോട്ട് യാത്ര ചെയ്യുകയാണ്. മറ്റൊന്ന്, ഇത് സ്വയം ഭൂമിയെ പോലെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു. 28 ദിവസം എടുക്കും. അല്ല, ഒരു ചോദ്യം, ഞങ്ങളുടെ ഉപദേശിമാര് പണ്ട് പറഞ്ഞപ്പോൾ ആരും അംഗീകരിച്ചില്ലല്ലോ. അങ്ങനെയാണല്ലോ നാട്ടുകാരുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ ഉപദേശിമാർ പണ്ട് പോലെ പറയാൻ തുടങ്ങിയ കാര്യമാണ്. ആർട്ടിക് അന്റാർട്ടിക് പ്രദേശത്തുള്ള മഞ്ഞുമലകൾ ഉരുകും. പെൻഗിൻ ഹിമക്കരടികൾ ഈ കാലാവസ്ഥ ജീവിക്കുന്ന പക്ഷിമൃഗാദികൾക്ക് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. സമുദ്രനിരപ്പ് 7 അടി പൊങ്ങാൻ പോകുന്നു. ആര് കേൾക്കാൻ? പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിന്റെ സഖാവ് ഇ പി ജയരാജൻ കണ്ണൂർ, കാസർഗോഡ് മുഴുവൻ ജില്ലകളിലും ഈ ഒറ്റ വിഷയമാണ്. അത് ആളെടുത്തിട്ട് പിന്നെ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഉപദേശിമാര് പറഞ്ഞാൽ മാത്രം നമ്മുടെ തലയ്ക്ക് ഓളമാ. അതേ കാര്യം ആളുകൾ പറഞ്ഞാൽ അത് നേരെ വഞ്ചാര പോലെ വിഴുങ്ങുകയും ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിഴുങ്ങാം, ഛർദ്ദിക്കാം, പക്ഷേ ഞങ്ങൾക്ക് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ പുസ്തകത്തിന്റെ പിന്തുണയോടെ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് പിൻവലിക്കേണ്ടി വരില്ല. 1000 വട്ടം 1,00,000 വാട്സിന്റെ സൗണ്ടിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാരായിട്ട് വിളിച്ചു പറഞ്ഞ ഒരു ഉപദേശവും ഞങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. ചരിത്രത്തിൽ കൂടെ നീതി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വാസ്തവത്തിന്റെ അകത്ത് വടക്കാണ് സ്വർഗമെന്ന് ഉപദേശിമാർ പറഞ്ഞപ്പം ആളുകൾ കളിയാക്കി. എന്തിനാ ഇത് വടക്കോട്ട് പോകുന്നത്? വടക്ക് സ്വർഗമായതുകൊണ്ടാണ്. വടക്കാണോ സ്വർഗം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ആൾക്ക് ചിലപ്പോൾ വലിയ പിടിയില്ലായിരിക്കും. കാരണം നമ്മുടെ ആളുകളും ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴേ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കാണാം. ചില ആളുകൾ പടിഞ്ഞാറോട്ട് തിരിയും. ചിലക്ക് പിന്നെ കിഴക്കേതാ പടിഞ്ഞാറെന്ന് അറിയാമല്ലാത്തവർ വടക്കോട്ടും പടിഞ്ഞാറും എല്ലാം തന്നെ അവസാനം കറക്കം നിൽക്കുന്നത് എവിടാണോ അതാണ് വടക്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട്. എന്താ ഈ വടക്ക് എന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ നാളെ കഴിഞ്ഞ്
നാളെ രാത്രി മാവേലിക്കര പ്രസംഗിച്ചു, നാളെ രാത്രി നേരെ കാസർഗോഡ് ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയുടെ സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി പോവുക. അപ്പൊ എവിടെ പോകുന്നത്? കണ്ണൂര്. കാസർഗോഡ് വടക്കാണല്ലേ? ഇവിടുത്തെ വിചാരിച്ചിരിക്കുന്ന കാസർഗോഡാ വടക്കുന്ന, അവർ വിചാരിച്ചിരിക്കുന്ന മംഗലാപുരം വടക്കുന്ന, അവർ വിചാരിച്ചിരിക്കുന്ന വടക്ക് ഇന്ത്യ വടക്കുന്ന. വടക്ക് ഇന്ത്യക്കാർ വിചാരിച്ചിരിക്കുന്ന അത് വടക്കാണെന്നല്ല, നമ്മൾ അങ്ങനെ പേരിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഭൂപടത്തിന്റെ വടക്ക്, അതാണ് പറയുന്ന ഇവിടുത്തെ വടക്ക്. ഉത്തര ധ്രുവം ഏതാ? ഭൂപടത്തിന്റെ വടക്ക്. ഭൂപടം നോക്കിയിട്ട് ചൂരവടി കൊണ്ട് വടക്കോട്ട് ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലമല്ല വടക്കെന്ന് പറയുന്നത്. ആകാശത്തിൽ മിൽക്കി വേ ഇല്ലാത്ത, ക്ഷീരപഥങ്ങൾ ഇല്ലാത്ത, ഇതിഹാസങ്ങളും പുരാണങ്ങളും പറയുന്ന ആകാശഗംഗ എന്ന് ഇമാജിൻ ചെയ്ത ഒന്നുമില്ലാത്ത ശൂന്യമായി കിടക്കുന്ന, ബ്ലാങ്ക് ആയി കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഉത്തരധ്രുവം. ഉത്തരധ്രുവം എന്ന് പറയുന്നത് ആ ഭാഗത്ത്, അവിടെ 1977 ശാസ്ത്രം മുന്നോട്ട് വെച്ച അതിശയിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് ഒരു പക്ഷേ കണ്ടു കാണുമല്ലോ പ്രിയപ്പെട്ടവര്. എന്താണ് ആ വാർത്ത നിങ്ങൾക്കറിയാമോ? അവര് പറയുകയാണ്, അവിടെ ഞങ്ങൾ ഒരു സംഭവം കാണുന്നുണ്ട്. അവരെ ഭാവനാപരമായിട്ട് പറയുകയാണ്, നോർത്തേൺ നെബൂള എന്നവർ അതിന് പേരിട്ടിരിക്കുക. ഇതിന്റെ ഒരു 3 കാര്യങ്ങൾ അനുമാനത്തോടുകൂടെ പറഞ്ഞിട്ട്, ഒന്നാമത്തെ കാര്യം ഇതാണ്: ആനക്കൊമ്പിന് സമാനമായ വെണ്മ പോലെ ഞങ്ങൾക്ക് അവിടെ തോന്നുന്നു. ഈ നോർത്തേൺ നെബൂളയിൽ ഒന്നുമില്ല അവിടെ, ഞങ്ങൾക്ക് അവിടെ. 2, ഏതോ ഒരു പുരാതനമായ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ഒരു വലിയ കമാനം പോലെ, കവാടം പോലെ ഞങ്ങൾക്ക് അവിടെ തോന്നുന്നു. 3, സ്ഫടികം പോലെ കിടക്കുന്ന, ഏറ്റവും താഴെ വരെ കാണാൻ കഴിയുന്ന നോർത്ത് ഇന്ത്യയിലെ ചില നദികൾ പോലെ ഒരു സ്ഫടികം പോലെ കിടക്കുന്ന നദി പോലെ ഞങ്ങൾ അവിടെ കാണുന്നു. ഇത് 3 അവിടെ അനുമാനമാണ്. അവരനുമാനിച്ചോട്ടെ. ഇവർ ചിന്തിച്ചു, എന്താണ് ഈ നോർത്തേൺ നെബൂളയിൽ കാണുന്നത്? ലോകത്തിലുള്ള സകല മതഗ്രന്ഥങ്ങളും അപഗ്രഥിച്ച് പഠിച്ച ശേഷം വട്ടം കൂടിയ ശാസ്ത്ര വിശാരദന്മാർ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞു. വേദപുസ്തകത്തിനകത്ത് 2 വാക്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെട്ടു. 1 പഴയ നിയമം, 2 പുതിയ നിയമം. അതിനകത്ത് പറയുകയാണ്, പഴയ നിയമം അവൻ ആകാശത്തിൽ മാളികകളെ പണിയുന്നു, ഒരു വാക്യം. 2 പുതിയ യോഹന്നാന്റെ സൂചന 14-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പോയ സ്ഥലം അപ്പോസ്തല പ്രവർത്തികൾ 1:11 പറയുന്നുണ്ട്, അവൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. ഈ 3 വാക്യങ്ങൾ കണക്ട് ചെയ്തിട്ട് 77 ഇവിടുത്തെ ശാസ്ത്രം ചോദിക്കുന്നത്, നമ്മൾ കാണുന്ന ഈ ആനക്കൊമ്പിന് സമാനമായ വെണ്മ പോലെ, പ്രവേശന കവാടം പോലെ, സ്ഫടികം പോലെ കിടക്കുന്ന ഈ തോന്നലുകൾ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ വേദപുസ്തകത്തിന്റെ അകത്ത് അവരുടെ ദൈവമായ യേശുക്രിസ്തു പണിയുന്ന അവരുടെ സ്വർഗരാജ്യമായിരിക്കുമോ അത് എന്ന് ചോദിച്ചുകൊണ്ട് അനേക സയന്റിസ്റ്റുകൾ വേദപുസ്തകത്തിന്റെ ദൈവശ്വാസീയതയും യേശുക്രിസ്തുവിന്റെ ദൈവത്വവും കുമ്പിട്ട് നമസ്കരിച്ച് അംഗീകരിക്കുവാനിടയായി. ഈ രാത്രി ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, 1350 ഗ്രാം തൂക്കമുള്ള തലച്ചോറ് കൊണ്ട് കോടികൾ മുടക്കി ഒരു ദൈവരാജ്യമുണ്ടെന്ന്, സ്വർഗരാജ്യമുണ്ടെന്ന് നിങ്ങൾ ഗതികെട്ട് സമ്മതിക്കേണ്ടി വരുമ്പോൾ, പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത ദിദിമോസ് എന്ന തോമസോട് യേശു പറഞ്ഞു, തോമാച്ചായ, കാണാതെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, ഇതൊന്നും പഠിച്ച് അകത്ത് കയറ്റാവുന്ന വിഷയമല്ല പ്രിയപ്പെട്ടവരെ. ഇത് കാണാതെ വിശ്വസിക്കുവാൻ കൃപ നൽകിയ ദൈവജനത്തിനായി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ദൈവത്തിന് അളവില്ലാതെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. അത് സ്വർഗമാണെന്ന് വിശ്വസിക്കാൻ എന്താ അത്ര വലിയ പ്രയാസം? വലിയ പ്രയാസമൊന്നുമില്ലെന്ന്. ഇവിടെ ഇന്ത്യൻ കറൻസി നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ കയ്യിലും കറൻസി കാണുമല്ലോ. ആ കറൻസി എടുത്ത് നോക്കണം. സ്വത്രക്കാഴ്ചയൊക്കെ ഇട്ട് കഴിഞ്ഞെങ്കിലും വലുതൊക്കെ കൈ കാണുമല്ലോ. അതെടുത്ത് നിങ്ങൾ നോക്കിച്ചാൽ മതി. 10 ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ, ബാക്കി കൈ കാണുമല്ലോ. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന് ഇടത്ത് ഭാഗത്ത് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഒന്നുമില്ല അതിനകത്ത്. തിരിച്ചു പിടിക്കുമ്പോൾ വലത്ത് ഭാഗത്തേക്ക് വരും. പണ്ടൊക്കെ ആളുകൾ അതിനകത്ത് ഒന്നുമില്ലെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു? നാരായണ എഴുതി വെച്ചു, കൊച്ചമണി 40 രൂപ തരാനുണ്ട്. ചുമ്മാ അതിനകത്തായി എഴുതി വെക്കുന്ന പലചരക്കടക്കാരനും വേണം. സ്ട്രോബറി ഷേക്ക് കുടിക്കുന്ന പിള്ളേരാണെങ്കിൽ ഒന്നും പറയാൻ വേണ്ട, ആദ്യം വരച്ച് അമ്പും കുത്തി തറച്ചാണ് സ്ട്രോബറി ഷേക്ക് മേടിക്കാൻ പോകുന്നത്. എന്തിനേറെ വിവരമുള്ള ബാങ്കിന്റെ മാനേജർ വരെ പെൻസിൽ കൊണ്ട് എഴുതും 110 എടുത്തിട്ടുണ്ടെന്ന്. ഇതെല്ലാം ഈ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വന്നപ്പോൾ ഒരു കാര്യം, നല്ലൊരു കാര്യത്തിൽ പല കാര്യങ്ങളും ഒരു കാര്യം ചെയ്തതാണ്, അതിനകത്ത് തൊട്ടു പോകരുത്. എന്താ കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഈ നോട്ട് താഴോട്ട് പിടിച്ചു നോക്കുമ്പോഴാണ് അത് ശൂന്യമാണെന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നത്. സത്യത്തിൽ അതിനകത്ത് ഒരു ശിരസാലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണണമെങ്കിൽ മുകളിലേക്ക് നിങ്ങൾ പിടിച്ചു നോക്കണം. നോക്കുമ്പോൾ അതിനകത്ത് നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിയുടെ ശിരസ് അതിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ നെഞ്ചിൽ കൈവച്ച് ഞങ്ങൾ ഒരു കാര്യം പറയുക, നിങ്ങൾ കണ്ടുപിടിച്ച നോർത്തേൺ നെബൂള ശൂന്യമാണ് നിങ്ങൾ പറയും. കാരണം നിങ്ങളുടെ കണ്ണാടിയിൽ ഈ വേദപുസ്തകം എന്ന കണ്ണട ഇല്ല. പക്ഷെ വേദപുസ്തകം എന്ന കണ്ണട വെച്ച് ഞങ്ങൾ വെളിച്ചത്തിലൂടെ അത് വായിക്കുമ്പോൾ ഒരു ശിരസ് ഞങ്ങൾ അവിടെ കാണുന്നുണ്ട്. നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച മഹാത്മാ ഗാന്ധിയുടെ മരണം നമുക്കെന്നും വിലപ്പെട്ടതാണെങ്കിലും ആ ശിരസ് ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. 548 സാക്ഷികളെ വിസ്തരിച്ച രാജീവ് ഗാന്ധിയുടെ മരണം ശ്രീ പെരുമ്പത്തൂരിൽ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് വിലപ്പെട്ടതായിരിക്കാം. ആ ശിരസും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഉരുക്കുവരുന്ന പിന്നര പ്രിയദർശിനി സ്വയം അംഗരക്ഷകരെ വെടിയേറ്റാണ് മരിച്ചത്. ആ ശിരസ് ഞങ്ങൾ ഈ നോർത്തേൺ നെബൂളയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. വറച്ചട്ടിയിൽ നിന്ന് വാരി ഉണ്ടെന്ന പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നിഷേധിച്ചപ്പോൾ വിപ്ലവത്തിന്റെ വിത്തുവാകിയ അടിമക്കച്ചവടം നിർത്തലാക്കണമെന്ന് ആകാശത്തോളം വിളിച്ചു പറഞ്ഞ വിൽബർ ഫോഴ്സ് വെടിയേറ്റാണ് മരിച്ചത്. ആ ശിരസും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. ആ നിയമം അമേരിക്കൻ പാർലമെന്റിൽ വരുത്തി തീർത്ത അമേരിക്കക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ വെടിയേറ്റാണ് മരിച്ചത്. ആ ശിരസും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. ജോൺ എഫ് കെന്നഡി വെടിയേറ്റ്
തൂക്കിലേറ്റാ മരിച്ചത്. ആ ശിരസ് ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. തിക്രത്തിന്റെ അരമനയിൽ നിന്ന് രഹസ്യമായി പിടിച്ചെടുത്ത് പരസ്യമായി തൂക്കിക്കുന്ന സദ്ദാം ഹുസൈന്റെ മരണം നമുക്ക് വിലപ്പെട്ടതായിരിക്കാം. ആ ശിരസും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. വേദപുസ്തകം എന്ന കണ്ണാടിയിൽ കൂടെ ഞങ്ങൾ നോക്കുമ്പോൾ മറ്റൊരു ശിരസ് ഞങ്ങൾ അവിടെ കാണുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ വേഷത്തിൽ മനുഷ്യനായിട്ട് ജനിച്ച് 33 വർഷം ലോകത്തിൽ ജീവിച്ച് വെറും 3.5 കൊല്ലം കൊണ്ട് മുഖം വെച്ച മൃഗത്തെ പോലെ പാലസ്തീന്റെ പച്ചമണ്ണ് മുഴുവൻ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഉഴുതുമറിച്ച് കണ്ണിൽ കണ്ടവരെ കയ്യിൽ കിട്ടിയവരെ പ്രതിഫലിച്ചുകൂടാതെ ദാനമായി ദാനധർമ്മങ്ങൾ നൽകി പിലാത്തോസിന്റെ കൽത്തള മുതൽ കാൽവറി വരെ ഗബ്ബത്താ മുതൽ ഗോൽഗോഥ വരെ ചരിത്രം പറയുന്നത് ശരിയെങ്കിൽ 14 സ്ഥലത്തെങ്കിലും വെച്ചും ഇറങ്ങലിച്ചും വീണും എഴുന്നേറ്റും തുപ്പിമർദ്ദിച്ച് അവശനാക്കി നിങ്ങൾ കാൽവറി കുന്നിലേക്ക് നടത്തിയ അല്ല തലയോടിടം എന്ന സ്ഥലത്ത് 33 തിരുവയസിൽ ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ കുടിവെള്ളം കൊടുക്കാതെ സ്വന്തം തോളിൽ തലയാഴ്ച മരിച്ച ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശിരസും അവൻ കൈകളാൽ പടിയുന്ന ദൈവരാജ്യവും നോർത്തേൺ നെബൂളയിൽ വിശ്വാസ കണ്ണുകൾ കാണുന്നു എന്ന് അഭിപ്രായമുള്ളവർ ആ അഭിപ്രായം അംഗീകരിക്കുവാൻ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് കാഴ്ചയാൽ അല്ലെന്ന് അത് സ്വർഗമാണെന്ന് എന്തൊരു തെളിവാണ് പ്രിയപ്പെട്ടവരെ. 300 പേജ് പിന്നിടുമ്പോൾ ഡാർവിന്റെ സിദ്ധാന്തം 312 പ്രാവശ്യമുണ്ട്. അനുമാനിക്കുന്നു, ഊഹിക്കുന്നു, അങ്ങനെയാകാം ഇങ്ങനെയാകാം. 1100 അധ്യായങ്ങൾ പിന്നിടുമ്പോൾ ദൈവത്തിന്റെ വചനം ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടില്ല. അങ്ങനെയാകാം ഇങ്ങനെയാകാം പറഞ്ഞിട്ടില്ല. 18 ന്യായാധിപന്മാരിൽ കൂടെ 41 രാജാക്കന്മാരിൽ കൂടെ കാലഘട്ടത്തിന്റെ യുഗപ്രഭാവ വീരന്മാരായ 10 ശിരോമണികളിൽ കൂടെ പുരോഹിതന്മാരിൽ കൂടെ പ്രവാചകന്മാരിൽ കൂടെ ദൈവം പറഞ്ഞ ആധികാര വചനം കേൾക്കണമോ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആധികാരികമായി ദൈവത്തിന്റെ വചനം ചുമക്കുവാൻ കൃപ നൽകിയ ദൈവത്തെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവിടാണ് സ്വർഗം. അവിടാണ് സ്വർഗം, വടക്കാണ് സ്വർഗം. പണ്ടൊക്കെ ഇവിടുത്തെ ആളുകൾ ഈ കടലിൽ പോകുന്ന സമയത്ത് ദിശ മനസ്സിലാക്കുവാൻ ഇന്നത്തെ യന്ത്ര സംവിധാനങ്ങളൊന്നുമില്ല. ഇത്ര എയറോനോട്ടിക്കൽ മൈൽ എന്ന് പറയാനുള്ള കഴിവൊന്നും വന്നില്ല. അന്ന് വേറൊരു സാധനമുണ്ട്, സൂര്യന്റെ പ്രകാശമൊക്കെ നോക്കി നെല്ലൊക്കെ അളന്നെടുക്കുന്ന സംഭവമുണ്ട്. ഒരു കൊച്ചു സാധനമുണ്ട്, പേരെന്ന് പറഞ്ഞ് എന്താണ്, വടക്ക് നോക്കി യന്ത്രം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 35 രൂപ കൊടുത്താൽ ആ സാധനം കിട്ടും. വടക്ക് നോക്കി യന്ത്രത്തിന്റെ അതിന് വടക്ക് നോക്കി എന്ന് പേര് പറയാൻ കാര്യം വടക്കോട് നോക്കിയിരിക്കുന്നുണ്ടാണോ? ഒന്നുമല്ല. വടക്ക് നോക്കി യന്ത്രത്തിന്റെ കാന്ത സൂചികൾ ഉത്തര ധ്രുവത്തിലെ നക്ഷത്രങ്ങൾക്ക് അഭിമുഖമായി മാത്രമേ സ്ഥിതി ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് അതിന് വടക്ക് നോക്കി യന്ത്രത്തിന് പേരിടാൻ കാരണം. അപ്പൊ വടക്ക് നോക്കി യന്ത്രത്തിന്റെ കാന്തസൂചിക്ക് പോലും അറിയാം കാന്തൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കാന്തയായ സഭയ്ക്കും അറിയാം തമ്പുരാൻ എവിടെ ഇരിക്കുന്നതെന്ന്. ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന റാന്നിക്കാരോട് ചോദിക്കുക, ഈ ഭൂമി എങ്ങോട്ടാ ചെരിഞ്ഞിരിക്കുന്നത്? ഭൂമി പറയും, ഞാൻ നേരെ വടക്കോട്ടാ ചെരിഞ്ഞിരിക്കുന്നത്. എന്തിനാ വടക്കോട്ട് കുമ്പിടുന്നത്? ഈ കുമ്പിടൽ 1/2 ഡിഗ്രിയും കൂടെ കൂടിയിരുന്നെങ്കിലോ തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന ചൊവ്വ പോലെ ഇത്രയും അങ്ങോട്ട് കുനിഞ്ഞില്ലെങ്കിലോ തിളച്ചു മറിയുന്ന ശുക്രനെ പോലെ. അതൊക്കെ നമുക്കൊരു പാഠവ എന്ന് പറഞ്ഞാൽ ഒത്തിരി തിളച്ചു മറിയരുത്, ഇത്രയും നേരം സ്വന്തം പറയാതെ തണുത്ത് ഉറഞ്ഞിരിക്കുകയും ചെയ്യരുന്ന ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ നിങ്ങൾ കുതിരയെ പോലെ ആകരുത്, കഴുതയെ പോലെ ആകരുത്. ദാരിദ്ര്യം എനിക്ക് വേണ്ട, സന്തോഷം സ്വത്രം ഗ്ലോറി അല്ലേലൂയ, സമ്പത്തും എനിക്കിത് വേണ്ട, ഇതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിൽക്കരുത്, നടക്കരുത്, ഇരിക്കരുത്, പിന്നെ ഓടണം. അത് നമുക്കറിയാമല്ലോ, 100 മീറ്റർ ഓടുന്ന പോലെയല്ല, 24 കിലോമീറ്ററിലെ മാരത്തൺ ഓട്ടം കണക്കെ സാവധാനത്തിൽ ഓടണം. ഫിനിഷിംഗ് ലൈൻ ആവേശത്തോടെ മറികടക്കണം, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഭൂമി പറയാണ്. നമുക്ക് ചോദിക്കാം, എന്തിനാണ് വടക്കോട്ട് ചെരിഞ്ഞിരിക്കുന്നത്? ഭൂമിയുടെ മറുപടി കേൾക്കണോ? ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താലാണ് എന്റെ ദൈവം ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയവൻ വടക്ക് ഭാഗത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വടക്കോട്ട് ചെരിഞ്ഞ് അവനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ അർത്ഥം വല്ലതും മനസ്സിലായോ? ആരാധിക്കുകയാണ് ഭൂമി എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ബൈബിളും പറഞ്ഞിട്ടുണ്ട്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാണ്. നിങ്ങൾ ചോദിക്കണം, ആരാധന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? 1, കൃതജ്ഞത നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. 2, അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. 3, ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. 3 മറന്നാലും 4 മറക്കണ്ട. സൃഷ്ടിതാവിന്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. 1, കൃതജ്ഞത നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞുകൊണ്ടിരിക്കും, അതിന് യാതൊരു തർക്കവുമില്ല. 2, അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. അറിയാത്തവന് ഒരു പക്ഷേ അവിടെ നന്ദി ഉണ്ടാകണമെന്നില്ല. കൃതജ്ഞ നിറഞ്ഞ കവിയുന്ന ആരാന്ന് പറഞ്ഞാൽ ആരാധന 10 മണിക്കാണ് ആരംഭിക്കുന്നത്. കൃതജ്ഞയുള്ളവൻ എപ്പോ വരും? കൃതജ്ഞത ഉള്ളവൻ എപ്പോ വരും? നന്ദിയുള്ളവൻ എപ്പോ വരും? 15 മിനിറ്റ് നേരത്തെ വരും. അതാണ് ഈ കൃതജ്ഞത ഉള്ളവന്റെ വരവ്. അപ്പൊ നന്ദി കെട്ടവൻ എപ്പോ വരും? 15 മിനിറ്റ് മാത്രം ഉള്ളപ്പോ വരും. അതാണ് രണ്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഉപവാസപ്പാൻ തുടങ്ങുമ്പോൾ ആരുണ്ടാകും? കൃതജ്ഞത ഉള്ളവൻ വരും. ഇല്ലാത്തവൻ എപ്പോ വരും? കഞ്ഞിയും പകരം കുടിക്കാൻ നേരത്തെ വരും. അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മുടെ സിസ്റ്റം വെച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഭാഗം എന്നറിയാമോ? അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. അതിന്റെയൊക്കെ അർത്ഥം പഠിച്ചാൽ പിന്നെ നമ്മുടെ സ്റ്റേജിൽ കിടന്ന് കാണിക്കുന്ന ഗോപ്രായങ്ങൾക്ക് വല്ല അർത്ഥമുണ്ടോ? കൈ കൊടുത്ത് വെച്ച് പറ, ഇത് അനുഗ്രഹിക്കുക, സ്വത്രം പറ, ഗ്ലോറി പറ, ഹല്ലേലൂയ പറ, ഇതൊന്നും പറയിപ്പിച്ച് പറയേണ്ട കാര്യമല്ല പ്രിയപ്പെട്ടവരെയും.
നിങ്ങൾ പറയുന്ന സംഗതിക്കകത്ത് സ്വോത്രം പറയാൻ വല്ല കഴമ്പുണ്ടെങ്കിൽ ആളുകൾ പറഞ്ഞോളൂല്ലേ? എനിക്കതേ പറഞ്ഞോളൂല്ലേ? ഈ ഒരു സാധനം പറയാതെ സ്വോത്രം പറയാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ പറയുന്നത്? ഞാനൊരു കാര്യം പറയാം, നല്ലൊരു സോഡ കുടിച്ചിട്ട് നല്ല പെപ്സി കുടിച്ചിട്ട് കൊമളെ പൊങ്ങി വാ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ആ സാധനം ഗ്യാലറിയുള്ള സാധനം, ഗ്യാരണ്ടിയുള്ള സാധനമാണെങ്കിൽ അത് പൊങ്ങി വന്നിരിക്കും. ഇതിനകത്ത് അറിഞ്ഞ ഹൃദയങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് ആരാ അറിഞ്ഞതെന്ന് വല്ലതും മനസ്സിലായോ? പഞ്ചസാര എന്ന് എഴുതി വെച്ചും അത് വായിക്കകത്ത് ചവച്ചാൽ ചവർപ്പേ ഉണ്ടാകത്തുള്ളൂ, കയ്പേ ഉണ്ടാകത്തുള്ളൂ. കലപ്പയിൽ കൈവച്ച ശേഷം 10,000 വട്ടം കരയാൻ തോന്നിയിട്ടുണ്ട്. ഇട്ടേച്ച് പോയാലും എന്ന് ഒരു പ്രാവശ്യം ചിന്തിക്കാൻ തോന്നിയിട്ടുണ്ട്. ഒരു കരം മാത്രം എടുത്ത കൈലേശം കൊണ്ട് കണ്ണുനീർ തുടച്ചിട്ട് മറുകരം കലപ്പയിൽ മുറുകെ പിടിച്ച് കരഞ്ഞോണ്ട് ഞങ്ങൾ മുദ്രാവാക്യം പോലെ പറഞ്ഞു, യഹോവ നല്ലവെന്ന് രുചിച്ചറിവീൻ. എന്ത് വന്നാലും കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ വാളിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ മരണത്തിനോ വാഴ്ചകൾക്കോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ലെന്ന് അകത്തളങ്ങൾ അനുഭവിച്ചുള്ളവരെങ്കിൽ അവനോട് കൈയടിക്കാൻ പറയേണ്ട കാര്യമില്ലെന്ന്, അവനോട് സ്വന്തം പറയാൻ പറയേണ്ട കാര്യമില്ലെന്ന് അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. അതുകൊണ്ടല്ലേ നമ്മൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുന്നത്? എന്താ കാര്യം? ദൈവത്തോടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഇവിടുത്തെ രാജു എബ്രഹാം MLA വിളിച്ച ഞാൻ പറയും, മെമ്പറെ കട്ട് ചെയ്യ്, ആര് വിളിക്കുന്നുണ്ട്? MLA വിളിക്കുന്നുണ്ട്. MLA വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ വിളിച്ച് പറയും, സാറെ അങ്ങോട്ട് കട്ട് ചെയ്യ്, ആര് വിളിക്കുന്നുണ്ട്? 3.5 കോടിയുടെ അധിപൻ വിളിക്കുന്നുണ്ട്. അങ്ങേര് വിളിച്ചുകൊണ്ടിരിക്കുമ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കണം. ഞാൻ പറയും, സാറെ മുഖ്യമന്ത്രി അങ്ങോട്ട് ഒഴിവാക്കുക, പ്രധാനമന്ത്രി വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യമല്ലോ, മനസ്സിലായോ? ഇത്രയുള്ള കാര്യം. ആരുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അയാളാണ് നമ്മുടെ VIP. അപ്പൊ അതുവരെ സംസാരിച്ചിരുന്നവന് അത് RIP ലിസ്റ്റിലേക്ക് വിടണമെന്ന്, അതാണ് എന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? 3.5 കോടി ആളുകളുടെ മുഖ്യമന്ത്രിയോടല്ല, ഇവിടുത്തെ MLA യോടല്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആളോടല്ല, മുഴുവൻ ലോകത്തെയും ഉളവാക്കിയ ത്രിലോകത്തിന്റെ നാഥനായ കർത്താവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ നമ്മൾ മൊബൈൽ വേണ്ടെന്ന് വെച്ചത്? അതവിടെ സൈലന്റ് കിടക്കുകയാണെന്ന്. ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. സൃഷ്ടിതാവിന്റെ മുൻപിൽ സൃഷ്ടി നടന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട, നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക്. അവിടെ പറയുന്നത് വടക്കാണ് സ്വർഗം. യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ലൂസിഫർ പറയുന്നതാണ് കേട്ടോ, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഇനി നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ കൂടുവെക്കും. അടുത്തത് ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഉത്തരദിക്ക് എടുക്കണ്ട. ഇനി 48-ാം സംഘം 2-ാമത്തെ വാക്യം പറഞ്ഞ മഹാരാജാവിന്റെ നഗരമായി. കണ്ടോ? അതറിയാം. കാരണം യെശയ്യാവൊന്നും വായിച്ച സംഗീതനമാകുമ്പോൾ നമുക്ക് പെന്തിക്കോസുകാർക്ക് വായിക്കാൻ ഏറ്റവും സംഗീതനാണ് എന്നിടവെറ്റ വരികളുള്ളല്ലോ, പെട്ടെന്ന് വായിച്ച കഞ്ഞൂടി ചേച്ചി കിടക്കാമല്ലോ. വായിച്ചതിനായിട്ട് സ്വത്രം. അവിടെ വായിക്കുന്ന മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെ ഉത്തരഗിരിയാധിപതിയാകുന്നു. വടക്കാണ് ന്യായാധിപതി ഇരിക്കുന്നത്. എങ്ങോട്ടാ സൂര്യൻ പോകുന്നത്? ഒരു സെക്കൻഡിൽ 40 ലക്ഷം ടൺ ഭാരം വീതം ഹൈഡ്രജൻ വാതകം കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്നു. കത്തിത്തീരുന്ന സൂര്യന്റെ വെപ്രാളമാണ് 10 കൊല്ലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ വരട്ടെ, സൂര്യതാപം ഏറ്റെന്നും പറഞ്ഞ് പപ്പടം പൊള്ളിയതുപോലെ ആളുകൾ ഷട്ടൂരി ഫോട്ടോ എടുത്ത് പത്രത്തിലിടും. ഈ കേരളത്തിന്റെ പ്രത്യേകത നയനസുന്ദരമാണ്, പ്രകൃതി മനോഹരമാണ്. പക്ഷേ ഇവിടുത്തെ വാഗമൺ, അതുപോലെ സുൽത്താൻ ബത്തേരി തുടങ്ങിയിട്ടുള്ള തണുപ്പ് സ്ഥലങ്ങളിൽ ഞങ്ങളൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് ചെല്ലുമ്പോൾ അവിടെ ഹോട്ടലുകളിൽ ഫാൻ ഇല്ല, AC റൂമുകൾ അവിടെ ഇല്ല. എന്നാൽ ഇന്ന് ഇതെല്ലാം അവിടെ വന്നു കഴിഞ്ഞു. അന്തരീക്ഷ മലിനീകരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഗോള താപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂര്യൻ ഇവിടെ അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന് പറഞ്ഞതുപോലെ സൂര്യൻ അതിവേഗത്തിൽ തനിക്ക് വിശ്രാമം അനുവദിച്ച സ്ഥലത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി അധികം നാൾ ഈ സൂര്യന്റെ പ്രകാശം ഇവിടെ കാണുകയില്ല. വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, പകൽ വാഴുവാൻ വലിയ വെളിച്ചത്തെയും രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചത്തെയും ഉണ്ടാക്കിയെന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ പറഞ്ഞു, ഇനി സൂര്യന്റെ പ്രകാശം ആവശ്യമില്ല. വെളിപ്പാട് പുസ്തകം ബൈബിൾ ആരംഭിക്കുമ്പോൾ സൂര്യനെ സൃഷ്ടിച്ചു, ബൈബിൾ അവസാനിക്കുമ്പോൾ സൂര്യന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. ചോദ്യം, സൂര്യനില്ലാത്ത സാമ്രാജ്യം ഉണ്ടാകുമോ? ഉണ്ടാകും. പാതിരാ സൂര്യൻ നാട് നോർവേ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം. സൂര്യപ്രകാശമില്ലാതെ ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റണം. ഈ രാത്രിയിൽ റാന്നി സിറ്റി ചെല്ല്, ആയിരക്കണക്കിന് ഹാലജൻ ബൾബുകൾ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുണം, വണ്ടി ഓടിക്കാം, കാൽ ഫുട്പാത്തിൽ ചവിട്ടാതെ അല്ലെങ്കിൽ ഓടയിൽ പോകാം, വളവുകൾ ടേൺ ചെയ്യാം. നാളെ നേരം വെളുത്ത് ലൈൻമാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി, മണി 11 മണി നോക്കുമ്പോൾ ലൈറ്റ് കത്തി കിടക്കുന്നു. അത് കണ്ടുകൊണ്ട് ആരെങ്കിലും വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിക്കാറുണ്ടോ? അതുകൊണ്ടുകൊണ്ട് ആരെങ്കിലും ഫുട്പാത്തിൽ കാല് വെക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഈ ഒറിജിനൽ സൂര്യൻ ഇല്ലാതിരുന്ന സമയത്ത് ഈ ഡ്യൂപ്ലിക്കേറ്റ് വെട്ടത്തിന്റെ ആവശ്യമുണ്ട്. ഒറിജിനൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന്റെ ആവശ്യമില്ല. നമ്മൾ കാണുന്ന സൂര്യൻ ഒറിജിനൽ അല്ല, ഇതിനേക്കാൾ 100 മടങ്ങ് വലിപ്പമുള്ള സൂര്യനുണ്ട്. പേര് ആർക്കിയോൺ. 1,86,000 മൈൽ വേഗത്തിൽ സൂര്യപ്രകാശം സഞ്ചരിച്ചിട്ടും ആ സൂര്യപ്രകാശം ഇതുവരെ വന്നിട്ടില്ല. ഈ ഭൂമിയിൽ നിന്ന്
14,000 വർഷമെടുക്കണം ഏറ്റവും അടുത്ത നക്ഷത്രത്തിൽ മനുഷ്യൻ ചെല്ലാൻ. അതുകൊണ്ട് തന്നെ പ്രകാശം ഇതുവരെ ഭൂമിയിൽ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന് ബൈബിളിൽ 375 പേരുകളുണ്ട്. അതിൽ ഒരു പേര് മാത്രം പറയാം. മലാക്കി പ്രവചനം പറയുന്നു, അവൻ രോഗോപശാന്തിയോടുകൂടെ നീതി സൂര്യനായി ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ ഈ സൂര്യന്മാരെല്ലാം സ്ഥലം വിട്ടേ പറ്റത്തുള്ളെന്ന്. ഞാനാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ അരിമത്ഥ്യക്കാരൻ യോസേഫിന്റെ കല്ലറിൽ അടക്കം ചെയ്ത് ഒരു മുദ്ര വെച്ച് ഉറപ്പിച്ചാൽ വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ലെന്ന് യേശു പറഞ്ഞതിന് നിങ്ങൾക്ക് എങ്ങനെ മുദ്ര വെച്ചടക്കാൻ പറ്റും? കല്ലറയുടെ കവാടബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെയും റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെയും, കണ്ണിൽ ജാഗ്രത, കയ്യിൽ ആയുധം, റോമൻ പടയാളികളെ കണക്കിന് ഭേദിച്ച് തോൽപ്പിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ വിധിപ്രകാരം പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന ന്യായപ്രമാണ വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് പൗണ്ട് കണക്കിന് തൂക്കം വരുന്ന റോമൻ സർക്കാരിന്റെ ഈ കരിങ്കൽ ഭിത്തികളെ പറക്കം തളികളൊക്കെ പറത്തിക്കൊണ്ട് ചരിത്രത്തിലാദ്യമായി വെളിച്ചത്തെ പിടിച്ചെടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യേശു വരും മക്കളെ, വരും. എങ്ങനെ വരും? നിങ്ങൾ കൊടുത്തുവിട്ട മുൾക്കിരീടം ധരിച്ചുകൊണ്ടല്ല, അല്പവസ്ത്രധാരിയായിട്ടല്ല, 1000 കോടി സൂര്യപ്രഭയോടുകൂടി ഒരുത്തരും പിടിച്ചടക്കുവാൻ കഴിയാത്ത അത്ഭുത വെളിച്ചമായി ഈ ലോകത്തിലേക്ക് യേശു വരും. യേശു എന്ന വെളിച്ചം വന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വെട്ടം കണ്ടത്. 50-ാമത്തെ വയസ്സിൽ എന്റെ അപ്പന്റെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ എന്റെ അപ്പൻ വെളിച്ചം കാണുവാനിടയായി. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്റെ ജീവിതത്തിൽ യേശു വന്നപ്പോഴാ വെട്ടം കണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ യേശു വന്നപ്പോഴാ വെട്ടം കണ്ടത്. ഈ രാത്രി ഒന്നുകൂടെ വിളിച്ചു പറയുകയാണ്, കുടുംബത്തിനകത്ത് കുലം കുത്തുന്ന ധാരാളം അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ, അടുക്കളക്കകത്ത് അരിക്കകത്ത് പോലും വേഗാതെ കല്ലുപോലെ പതിറ്റാണ്ടുകളായി നിങ്ങളുടെ കുടുംബത്തെ അവകാശം വരുന്ന പൈശാചികമായ ബന്ധനങ്ങൾ, ദേശത്തെ അടക്കി ഭരിക്കുന്ന അഷ്ടദിക്കിന്റെ അവകാശങ്ങൾ, പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങൾ, ഈ രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടുത്തെ അന്ധകാരം മാറുവാൻ ഒരൊറ്റ വെളിച്ചമേ ലോകത്തിൽ ഉദിച്ചിട്ടുള്ളൂ. ഞങ്ങൾ നെഞ്ചിലേറ്റി ലാളിക്കുന്ന യേശു ക്രിസ്തുവാണത്. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ വിശ്വസിക്കുന്നതിനും വെളിച്ചമല്ലേ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണം. പൗലോസിന്റെ വാക്കുകൾ. നിങ്ങളുടെ അരകെട്ടി വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. കർത്താവിന്റെ വാക്കുകൾ അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരാക്കും. എബ്രായ ലേഖനത്തിനകത്ത് നമ്മുടെ അകത്ത് വെട്ടം തന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രിയപ്പെട്ടവരെ. ചില ആളുകളുടെ മുഖം കണ്ട് പവർക്കെട്ട് പോലെ ഇരിക്കുന്നു. വെട്ടമൊക്കെ ഉണ്ടെങ്കിലും പവർക്കെട്ട് വന്ന പോലെ. അകത്ത് വെട്ടമുണ്ടെന്നുള്ള ഒറ്റ തെളിവ് പറയാം. രാത്രി യോഗം തീർന്നു 9:15. എങ്ങനെ തിരിച്ചു പോകുന്ന? ഈ ട്യൂബ്ലൈറ്റ് വലിച്ചു വാരിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഒരു ടോർച്ച് അടിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പൊ മൊബൈലാ. ടോർച്ച് അടിക്കും, ആ വെട്ടം എവിടെ ഇരിക്കുന്ന പോലെ അറിയാമോ? വീട്ടിൽ ചെന്ന പണ്ടത്തെ ടോർച്ച് മുഖപ്പ് അടിച്ചു മാറ്റി തിരിച്ചു പിടിക്കുമ്പോൾ എവർ റെഡി എന്ന് എഴുതിയ പൂച്ച വട്ടം ചാടുന്ന 2 ബാറ്ററി കഷ്ണം മുതിർന്നു വരും. എന്റെ ഷർട്ട് പോലെ ഇരിക്കുന്ന വെളുത്ത 2 കടലാസ് കഷ്ണം. അതിനകത്തല്ലാട്ടോ വെട്ടം. അതങ്ങോട്ട് വലിച്ചു കീറുമ്പോൾ കരിവീട്ടിക്ക് കരിവോയിൽ അടിച്ചതുപോലെ കറുത്തിരിക്കുന്ന കറുത്ത കരിക്കട്ട കഷണം. അതിനകത്താണ് വെട്ടം. അതിനകത്താണ് വെട്ടം എന്ന് പറഞ്ഞ വല്ലതും മനസ്സിലായോ? ഇവിടുത്തെ ശാസ്ത്രത്തോട് ചോദിക്കാം, എന്റെ വീട് വരെ ചെല്ലണം, അല്പം വെളിച്ചം വേണം, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവർ പറയും താൽക്കാലികമായി വീടല്ലേ, റാന്നി വരെ ചെല്ലാനല്ലേ, ഉദിമുടി വരെ ചെല്ലാനല്ലേ, ഇട്ടിയപ്പാറ വരെ ചെല്ലാനല്ലേ, 2 കരിക്കട്ട കഷണം മതി, അതിനകത്ത് ഞങ്ങൾ വെളിച്ചം ഒളിച്ചു വെക്കാം. സത്യമാണോ? സത്യമാണ്. ഈ ലോകത്തിന്റെ ശാസ്ത്രത്തിന് നിന്റെ താൽക്കാലികമായ വീട് വരെ ചെല്ലാൻ അല്പം വെളിച്ചം ഒളിച്ചു വെക്കുവാൻ 2 കരിക്കട്ട കഷണം മതിയാകുമെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിക്കുഴച്ച മണ്ണുകൊണ്ട് പണിത മനുഷ്യന്റെ മനസ്സിനകത്ത് അവന്റെ ശാശ്വത ഭവനമായ ദൈവരാജ്യം വരെ ചെന്നെത്താനുള്ള നിത്യജീവന്റെ വെളിച്ചം ഒളിച്ചു വെക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നും ആ വെളിച്ചം അകത്തളത്തിൽ പ്രകാശിക്കുന്നവരും പവർ കട്ട് വന്നിട്ടില്ലാത്തവരും ആ കരമൊന്ന് ചേർത്തടിച്ചും രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ യേശു സൂര്യപ്രകാശമായി മടങ്ങി വരാൻ പോവുകയാണ്. ഈ നമ്മളൊക്കെ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോഴുണ്ടല്ലോ, അവിടെ വെളിപ്പാട് പുസ്തകത്തിനകത്ത് അവിടെ അവൻ സൂര്യന് കൂടാരം അടിച്ചേക്കിടുന്ന 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കരുത്, കണ്ടം ചെയ്ത് കാട്ടിക്കളയണം. 1 കിലോ 45 രൂപയുണ്ട്. എന്നാൽ ഇപ്പോഴും വണ്ടി കിടക്കുന്ന റോഡ് സൈഡിൽ ആർക്കും വേണ്ട. എന്നെ ഈ സാധനം പൊക്കാത്ത നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നത്. ട്രാൻസുകൾ തേഞ്ഞവനെ ആർക്കും വേണ്ട. പക്ഷേ ആദാമിന് കൊടുത്തും വാഴ്ചയ, സൂര്യന് കൊടുത്തും വാഴ്ചയ. ആദാം 930 വീഴ്ച സംഭവിച്ചു. ഇന്ന് വരെ സൂര്യന് വീഴ്ച സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് സൂര്യന് അവൻ മാന്യമായൊരു സ്ഥലം നൽകും. അവിടെ അവൻ സൂര്യന് കൂടാരം അടിച്ചിരിക്കുന്നു. എന്തിനാണെന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തകൻ പറഞ്ഞത്, ഈ സൂര്യനകത്ത് കയറിക്കൂടാൻ പറ്റാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? അതിനകത്ത് 4 കോടി ഡിഗ്രി ചൂടുള്ളത് കൊണ്ടാണ്. അതെല്ലാം അങ്ങ് തീർന്നു കഴിയുമ്പോൾ പണ്ട് ഭൂമി ഇരുന്ന പോലെ പാഴും ശൂന്യവുമായിട്ടിരിക്കും. അതിനെ ദൈവം നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ട് പരിവർത്തിച്ച് പുതുക്കിയെടുത്തതുപോലെ ഈ സൂര്യൻ കരിമ്പടമായി മാറിക്കഴിഞ്ഞതിനെ വീണ്ടും റീകണ്ടീഷൻ ചെയ്ത് നമുക്ക് താമസിക്കാൻ തരുമെന്ന തെളിവെന്താണെന്നറിയാമോ? 2-3 വാക്യങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ
വില്ലേജ് ഓഫീസർ നടന്നപ്പോൾ തള്ളിക്കളഞ്ഞ പാറബെൽറ്റ് ഉണ്ടെന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തക സമ്മാനങ്ങൾ വായിച്ചു, പ്രതിഫലം വായിച്ചു നോക്കണം. എന്നോട് ഇരിപ്പാൻ വരെ നൽകും, പുതിയ പേര് നൽകും, വെള്ളക്കല്ല് നൽകും, ജീവോത്സവം തിന്നാൻ കൊടുക്കും, അങ്ങനെ പറഞ്ഞ് ആലയത്തിന്റെ തൂണാക്കും, മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു പറയാണ്, ജയിക്കുന്നവൻ ഞാൻ ഉദയ നക്ഷത്രം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്റെ 15-ാമത്തെ വയസ്സിൽ യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ. 15-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിൻ കർത്താവായിട്ട് ഒരു മോനേ ഉള്ളൂ, 2 ചേച്ചിമാരാ. അപ്പനും അമ്മയും പറഞ്ഞു, നീ ഇവിടെ നിന്നാൽ പെണ്ണുങ്ങളുടെ കല്യാണം പോലും നടക്കത്തില്ല. അമ്മയുടെ അമ്മ ജാഗാൻ കിടക്കുക, അമ്മയുടെ അമ്മയ്ക്ക് കിട്ടിയ വസ്തുവാ, അതിനെ അടക്കാനും പറ്റുകയില്ല. 15-ാമത്തെ വയസ്സിൽ ഈ മീശയും താടിയും മുടക്കുന്നതിന് മുൻപ് സൂട്ട് കേസിന് ലോക്ക് പോലും ഇല്ലാത്തൊരു സൂട്ട് കേസിന് ചാക്കൊന്നൊരു വട്ടം കെട്ടിക്കൊണ്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു സാധാരണക്കാരൻ മനുഷ്യനാ പ്രിയപ്പെട്ടവരെ. വർഷം 36 കഴിഞ്ഞ് വിശ്വാസം ഇറങ്ങിയിട്ട് ആ വീട്ടിലേക്ക് പോകാൻ ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ഇനി പോകത്തുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, 10-ാമത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. എന്റെ ഭാര്യയൊക്കെ എന്നാ ഒരു സ്വന്തം വീട്ടിൽ കയറി കിടക്കുന്നത്. എന്നെ രക്ഷിക്കപ്പെടുത്തിയ പ്രാവശ്യം 36-ാമത്തെ വീട്ടിൽ കിടന്നാ മരിച്ചത്. അപ്പൊ ഞാൻ പറയും, അദ്ദേഹമാണ് എന്റെ ഗുരു, അദ്ദേഹം 36 കിടന്നാ മരിച്ചത്, ഞാൻ 10 വരെ ആയിട്ടുള്ളൂ. ദൈവത്തിന് സ്വത്രം. ഒരു കാര്യം വ്യക്തമായി പറയുക, എന്റെ 10.25 സെന്റിനകത്തോട് ഞാൻ പോയിട്ടില്ലെങ്കിലും സങ്കീർത്തനകത്തിനകത്തൊരു വാക്യം എന്നാണെന്നറിയാമോ? അളവുനൂൽ എനിക്ക് പുറമ്പോക്കിൽ വീണിരിക്കുന്ന നല്ലെന്ന്, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അത് എനിക്ക് എന്ത് അവകാശം കിട്ടിയിരിക്കുന്നു? നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഈ വേദപുസ്തകം എടുത്തതിന്റെ പേരിൽ, രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ, സ്നാനപ്പെട്ടതിന്റെ പേരിൽ, വേർപെട്ടതിന്റെ പേരിൽ, ആരാധിച്ചതിന്റെ പേരിൽ, ഈ പുസ്തകം എടുത്ത് തേരാപ്പാല റാന്നിൽ കൂടെ നടന്നതിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ പടിയടച്ച് ഭിണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ, വരുവാനുള്ള ലോകത്തിലും ഈ ലോകത്തിലും 100 മടങ്ങ് ലഭിക്കാത്തവരെ ആരുമില്ല. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സൂര്യൻ കരിമ്പടം പോലെ കറുക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ചന്ദ്രൻ എന്ന് സംഭവിക്കും? രക്തതുല്യമായി, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും. ഒത്തിരി പറയണ്ട, കാരണം സമയം 5-6 മിനിറ്റേ ഉള്ളത് എനിക്കറിയാം. ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ്. സ്വയമായി പ്രകാശം നൽകുന്നില്ല, സൂര്യപ്രകാശം സ്വീകരിക്കുന്ന ഒരു റിഫ്ലക്ഷൻ. ഇത് എത്ര പണിയുള്ളൂ. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. കാരണം സൂര്യനെ ആശ്രയിച്ച് ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് സൂര്യൻ കട്ടയും പടവും മടക്കുമ്പോൾ ചന്ദ്രൻ സ്വാഭാവികമായിട്ടില്ലാതാകും. അത്രേ ഉള്ളൂ, നിൽക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പൂരപ്പറമ്പിൽ നിന്ന് ആനയും അമ്പാരിയും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബലൂൺ വിരിപ്പിച്ചാൽ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? കല്യാണപ്പന്ന് ചെക്കനും പെണ്ണും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐസ്ക്രീം തോട്ടി ചെയ്തുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അച്ഛൻ കുർബാന നിർത്തി പോയി കഴിഞ്ഞാൽ പിന്നെ കപ്പയാർ ധൂമക്കുറ്റി വീശി അവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? എന്ന് പറഞ്ഞതുപോലെ സൂര്യന് കട്ടയും പടവും മടക്കി വിട്ടാൽ ചന്ദ്രനും പോകും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വല്ല അറിയാമോ? അത് പറയാം. എന്തിനാണ് സൂര്യൻ ചന്ദ്രനെ ഉണ്ടാക്കിയത്? ബൈബിൾ, പകൽ വാഴുവാൻ വലിയ വെളിച്ചം, രാത്രി വാഴാൻ ചെറിയ വെളിച്ചം. അവ നിങ്ങൾക്ക് കാലങ്ങൾ, ദിവസങ്ങൾ, വേനൽ, മഴ, ശീതം, ഉഷ്ണം, വിത, കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തിരിച്ചറിയാനാണ് ഈ സാധനത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. 119-ാമത്തെ വാക്യം, സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു, ചന്ദ്രനെ അവൻ കാലനിർണയത്തിനായി നിയമിച്ചു. സൂര്യമാന വർഷം, ചന്ദ്രമാന വർഷമാണ് യഹൂദന്റെ വർഷം. ഇസ്ലാം മത വിശ്വാസികൾ ചന്ദ്രനെ നോക്കിക്കൊണ്ടാണ് ബലിപീഠം ഡിക്ലെയർ ചെയ്യുന്നത്. 360 ദിവസമാണ് അവർക്ക് ഇസ്രായേലിന്. ചന്ദ്രന്റെ വൃത്തിവിഷയങ്ങൾ 14 + 14 സമം 14 28. പൗർണമവാസി അമാവാസി 28 × 2 30 × 12 സമം 360. അങ്ങനെ അവരുടെ കണക്ക്. അതാണ് സൂര്യമാന വർഷം, ചന്ദ്രമാന വർഷം, ശകവർഷം, മലയാളം, ജൂലി എന്നൊക്കെ പറഞ്ഞ കാര്യം അതാ. ഇനി നമുക്ക് പഴയമത്തിലേക്ക് വരാം. പഴയമത്തിന്റെ വെളിപ്പാട് പുസ്തകമാണ് ദാനിയേലേ പോയിക്കൊള്ളുക. അടുത്ത വാക്ക് പറഞ്ഞേ, ജാഗ നേരത്തെ പറഞ്ഞില്ലേ, കാലാവസാനത്തിങ്കൽ. അപ്പൊ കാലത്തിന് എന്തുണ്ടാകും? അവസാനം ഉണ്ടാകും. പുതിയമത്തിലേക്ക് വരാം. കാലത്തികവെങ്കിൽ ക്രിസ്തു ജനിക്കുന്നു. യേശു പ്രസംഗിച്ചു, യോഹന്നാൻ പ്രസംഗിച്ചു, കാലം തികഞ്ഞു. 10:24 ലോകം അവസാനിക്കും. വെളിപ്പാട് പുസ്തകം, ഇനി കാലങ്ങൾ ഉണ്ടാവുകയില്ല. സൂര്യനും ചന്ദ്രനും പോകുമ്പോൾ ഇവിടെ ദിവസം ഉണ്ടാവില്ല എന്ന്, മണിക്കൂറില്ലാന്ന്. ഇപ്പൊ ഇവിടെ യോഗം തീർന്നു, നമ്മൾ പോകാൻ നേരം എന്ത് പറയും? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയാൻ കാര്യം എന്താ? 9 ആയതുകൊണ്ട്? അതൊന്നുമല്ല, സൂര്യനില്ലാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് വാച്ചിനകത്ത് 9 എന്ന് പറയാലും ഗുഡ് നൈറ്റ് പറയും. എന്നാ പിന്നെ എല്ലാവരും 9 ഗുഡ് നൈറ്റ് പറയണ്ടേ? ചില പത്രികയാണല്ലോ പറയുള്ളൂ. അപ്പൊ സൂര്യൻ ഇല്ലാത്തതുകൊണ്ടാണ് ഗുഡ് നൈറ്റ് പറയുന്നത്. തെളിവ്, നാളെ രാവിലെ മണി 9 ആയി, സൂര്യൻ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയൂ? അല്ല, പറയണമല്ലോ. നാളെ നേരം സൂര്യൻ വന്നിട്ടില്ല എന്ന്, അപ്പൊ മണി 9 ആയി, ഗുഡ് മോർണിംഗ് പറയൂ? പറയില്ല. ഇപ്പൊ ഒരു ആഗ്രഹം, അത് ഞായറാഴ്ച ആയിരുന്നെങ്കിലേ. എനിക്ക് മനസ്സിലായി, ഇപ്പൊ എന്റെ ആരാധിക്ക് പോകണ്ടല്ലോ, അതാ എങ്ങനെ മുടക്കാൻ നിർത്തിയിരിക്കുക. അപ്പൊ സൂര്യനുള്ളത് കൊണ്ടാണ് അറിയുന്നത്, മനസ്സിലായോ? അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലാതാകുമ്പോൾ ഇവിടെ വേറെ ഒരു കാലഗണന വരും. ആ ഗണനയ്ക്ക് പറയുന്ന പേരാണ് നിത്യത. സൂര്യൻ ചന്ദ്രൻ ഇല്ലെന്ന് ഉദാഹരണം. നിത്യതയ്ക്ക് വർഷമുണ്ടോ? കാലമുണ്ടോ? അതാ പൗലോസ് പറഞ്ഞു, ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭം എന്നൊക്കെ പറയുന്നത്. ആ പക്ഷേ കേട്ടറിയാം ഭീമമായ നഷ്ടമാണെന്ന്.
ചെറിയ മുതൽ മുടക്ക് വലുത് തിരിച്ചു പിടിക്കുക, അതിന് പറയുന്ന പേരാണ് ലാഭം. മനസ്സിലായോ? 100 രൂപയ്ക്ക് വാഴക്കൊല മേടിച്ചു റാന്നിന്ന്. ഒരാൾ ചോദിച്ചു 150 രൂപ കൊടുക്കുന്നോ? കൊടുക്കാം, ചുമ്മാ കിട്ടുന്നല്ലേ. ചായ കുടിക്കാൻ പോയപ്പോഴേക്ക് 50 രൂപ ലാഭത്തിന് പൂവങ്കല കൊടുത്തു. അപ്പോ 8 രൂപയുടെ ചായ കുടിച്ചപ്പോ 42 രൂപ ലാഭം. അങ്ങനെ ഇന്ന് രാവിലെ ഒരു പൂവങ്കോല മേടിച്ചപ്പം 42 രൂപ ലാഭം കിട്ടിയ ഒരാൾ ഈ യോഗത്തിന് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് സ്വത്രം 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 പറയും. കാരണം പ്രസംഗം നല്ലതായതുകൊണ്ടല്ല, 42 രൂപ ചുമ്മാ ഓസിൽ കൂടെ വരുന്നവർ വന്ന കാര്യം ഓർക്കുമ്പം എങ്ങനെ സ്വത്രം പറയാതിരിക്കും? അപ്പൊ പറയാത്താരാന്ന് മനസ്സിലായോ? അതും പറയാം. പിശുക്കിന്റെ PhD എടുത്ത ഒരാൾ, അയാൾ 100 രൂപയ്ക്ക് കുരുമുളകിന് വില വന്നപ്പോൾ 5 ലക്ഷം രൂപ കുരുമുളക് മേടിച്ച് വെച്ചേക്കുക. ഭാര്യയോട് പറഞ്ഞു, എടി ഇത് ഇരട്ടി വിലയാകും, നമ്മുടെ കൊച്ചിന് ഇപ്പോൾ വയസ്സ് 15, 10 കൊല്ലം കഴിയുമ്പോൾ 10 ലക്ഷം രൂപയുടെ കുരുമുളകാക്കാം, നമുക്ക് വിൽക്കാതെ കൊച്ചിനെ കെട്ടിക്കാം. വില 200 അടുത്തെത്തി. ഭാര്യ പറഞ്ഞു, വിൽക്ക് മനുഷ്യ, വിൽക്കില്ല, ഇത് 190 വിൽക്കില്ല, ഇത് 210 ആവും. അതാ 210, 200 നമുക്കുള്ളത് 10, ഓഫറിംഗ് പാത്രത്തിലേക്കുള്ളത് അതാ. അപ്പൊ 210 ആവും, അങ്ങനെ വിൽക്ക്. പിറ്റേ ദിവസം 180, 70, 60, 50, 40 അങ്ങനെ പുറകോട്ട് വന്നു. എന്തിനു പറയുന്നു? കുരുമുളകിന്റെ വില താഴോട്ടും പോയി, കൊച്ചു വളർന്ന് മേലോട്ടും വന്നു. കല്യാണമായി. ഇയാള് 10 കൊല്ലം മേടിച്ചു വെച്ച കുരുമുളക് 100 രൂപ മേടിച്ച ഗതികെട്ട 58 വിറ്റു എന്നിരിക്കട്ടെ. അങ്ങനെ ഒരാൾ ഈ യോഗത്തിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇരിപ്പ് കാണുമ്പോഴേ അറിയാം ഏത്തവാഴയ്ക്ക് ഊന്ന് കൊടുത്തോലൊറ്റ ഇരിപ്പാ വന്നത് മുതൽ. ഇവിടെ ഇനി ആര് സ്വത്രം പറഞ്ഞാലും സൂര്യൻ കർത്താലും വേണ്ടി ചന്ദ്രൻ വന്നാലും ഏഴ് വന്നാലും വേണ്ടി, എന്നാലും എന്റെ 158 ഇയാൾക്ക് നഷ്ടമാണെന്ന് ഇല്ല. ഇന്ന് ഞാൻ അങ്ങ് മരിച്ചു എന്നിരിക്കട്ടെ. ഞാൻ ആര് അല്ല, നിങ്ങൾ ആരെങ്കിലും ചത്തുന്നിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. പിന്നെ അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ 1ാമത്തെ ദിവസമാണല്ലോ, ആരും ജാഗം ചെയ്ത ആളുകൾ യോഗം നടക്കുക. ഇന്ന് രാത്രി ഞാൻ മരിച്ചു എന്നിരിക്കട്ടെ. റജിപ്പാസിനെ അങ്കമാലി കൊണ്ടുവന്ന് വിട്ടോളൂല്ലേ? ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ എന്റെ മുതൽ മുടക്ക് 36 കൊല്ലമാണ്. 36 കൊല്ലം ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുത്ത 36 കൊല്ലം ചെറിയ മുതൽ മുടക്ക്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ ദൈവം എനിക്ക് തിരികെ തരുന്ന ചെറുതല്ല. സെക്കൻഡുകൾ ഇല്ലാത്ത, മിനിറ്റുകൾ ഇല്ലാത്ത, മണിക്കൂറുകൾ ഇല്ലാത്ത, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളില്ലാത്ത, 1 2 3 4 ആഴ്ചകൾ ഇല്ലാത്ത, ജനുവരി ഫെബ്രുവരി മാർച്ച് ഡിസംബർ മാസങ്ങളില്ലാത്ത, 2018 19 വർഷങ്ങളില്ലാത്ത, 20 21 നൂറ്റാണ്ടുകളില്ലാത്ത, സഹസ്രാബ്ദങ്ങളില്ലാത്ത, കാലങ്ങൾ ഇല്ലാത്ത, കാലഘട്ടങ്ങളില്ലാത്ത, ഋതുക്കളും ഋതുഭേദങ്ങളും ഇല്ലാത്ത, ചെറിയാസന്റെ ഭാഷയിൽ പറയാം, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, ഒരു പുതിയ യുഗം വിരിയും. ആവേശത്തോടെ പറ, തിരികെ വരാതെ ഞങ്ങൾ, തിരികെ വരാതെ ഞങ്ങൾ, തിരികെ വരാതെ നിത്യതയിൽ മറയുകയും ചെയ്യും. ചന്ദ്രനും സൂര്യനും മാറുമ്പോൾ കാലങ്ങളില്ലാതെ നക്ഷത്രങ്ങൾ ഈ ഭൂമിയിൽ വന്ന് വീഴും. അമേരിക്കയിൽ വില്ലനോവ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ ശാസ്ത്ര സംഘടനയായ AAS ശാസ്ത്രീയ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് നിങ്ങൾ കേട്ടുകയാണ്. 1968 വരെ 2 പതിറ്റാണ്ട് കൂടുമ്പോൾ ഒരു നക്ഷത്ര സ്ഫോടനം ആകാശത്തിലുണ്ടായിരുന്നു. 88 ഉണ്ടാകണം, ഉണ്ടായിട്ടില്ല. 2008 ഉണ്ടാകണം, ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുന്ന ഇരട്ടി സ്ഫോടനമാണ്. വായിക്കണ്ട, വെളിപ്പാട് 8:10 അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരും. അതിന് ശാസ്ത്രം ഇട്ടിരിക്കുന്ന പേരാണ് വൈറ്റ് ഡ്വാർഫ്, മലയാളത്തിൽ വെള്ളക്കുള്ളൻ. 2 നക്ഷത്രങ്ങൾ ഒരുമിച്ച് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ ദീപം പോലെ ജ്വലിക്കുന്ന എന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. നമ്മൾ കേട്ടേക്കണ ദീപം വേറെ ദീപാദീപം അല്ല. ഉഗ്രസ്ഫോടക ശേഷിയുള്ള TNTയുടെ 100 മടങ്ങെടുത്താൽ കിട്ടുന്നതിൻ്റെ വലിപ്പം എത്രയാണോ അതിൻ്റെ 100 ഇരട്ടിയാണ് ഇവിടെ പറയുന്ന ദീപം. മലയാളത്തിലെ പഴയ ട്രാൻസ്ലേഷനാണത്, പഴയ ഭാഷയാണത്. കണ്ണിമയ്ക്കുന്നതിനിടയിൽ പെട്ടെന്ന് നമ്മളിവിടെ ചെല്ലും. അത് അന്നത്തെ ഭാഷ എങ്ങനെയാണ്? കണ്ണിമയ്ക്കെന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണടച്ചു, അപ്പോഴേക്കും എന്തെങ്കിലും സംഭവിക്കുമോ? അത് അന്നത്തെ ലാംഗ്വേജിൽ ഒന്നും സംഭവിക്കത്തില്ല. ഇന്നോ കണ്ണടയ്ക്കുമ്പോഴാണ് എല്ലാം സംഭവിക്കുന്നത്. വ്യത്യാസമുണ്ട്. PT ഉഷ, നമ്മുടെ ബഹുമാനപ്പെട്ട PT ഉഷ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നഷ്ടപ്പെട്ടതിന്റെ സമയം അറിയാമോ? ഇതാണ് ഒരു സെക്കൻഡ്. അതിന്റെ 700ൽ 1 അംശത്തിനാണ് മെഡൽ നഷ്ടപ്പെട്ടത്. നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഒരു സെക്കൻഡിന്റെ 700ൽ 1 അംശത്തിനാണ് PT ഉഷയ്ക്ക് മെഡൽ കിട്ടാതെ പോയത്. ഫോട്ടോ ഫിനിഷിംഗ് ഇപ്പൊ പറയാം, അന്നത് പറയാൻ പറ്റില്ല. ഒരു തലമുടി നാരിയുടെ 42 കീറി ഒരുത്തന് ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വട്ടം കീറുന്ന കാര്യമല്ല പറഞ്ഞ, നീളത്തിൽ നമ്മളെ കൊണ്ട് പറ്റൂ. ഒരു ചാൻ നീളമുള്ള തലമുടി ചോറിനകത്ത് കിടന്ന് നമ്മൾ കാണൂ ഇല്ല. അതുകൊണ്ടല്ലേ തൊണ്ടേന്ന് തിരിച്ചു വലിച്ചെടുക്കുന്നത്. കണ്ടോ? ഇതാണ് ഇവിടെ കിടന്ന. ഇത് ഉരുട്ടി വിഴുങ്ങിയപ്പം കണ്ടില്ല. പിന്നെ പാമ്പിന്റെ മാല കിട്ടുന്ന പോലെ കിട്ടിയത് ഭാഗ്യം. തിരിച്ചു ഒരു മാലപ്പടക്കം കണക്ക് ചോറെല്ലാം തിരിച്ചു വരിക. അന്നത്തെ ഭാഷയാണ് മക്കളെ ഇത്. അതുകൊണ്ട് ആകാശത്തിന്റെ ശക്തി ഇളകും. ഇവിടെ എല്ലാം ഇളകിത്തെറിക്കും. ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യന് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുമെന്ന്, സെക്കൻഡ് കൊണ്ട് ആളുകൾ മരണപ്പെട്ടു പോകുമെന്ന്. പക്ഷെ ഇന്ന് രാത്രി പറയാം, ഈ ആകാശ ശക്തി ഇളകുമ്പോൾ ഇളകാത്തൊരു രാജ്യം ഇവിടെ സ്ഥാപിതമാകും.
അല്ല, അതിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യണം? അതിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യണം? ഒന്ന് എഴുന്നേറ്റാട്ടെ ദൈവമക്കളെ, യോഗം തീരുകയല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇളകാത്ത രാജ്യമാ സിയോനിൽ സ്വന്തമായി, ഇളകാത്ത രാജ്യമാ സിയോനിൽ സ്വന്തമായി, പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും, പരനോടു കൂടെ ഞാൻ. ഒരു പ്രാവശ്യം അവിടെ. ഓ ഇളകാത്ത രാജ്യമോ സിയോനിൽ സ്വന്തമായി, ഇളകാത്ത സിയോനിൽ സ്വന്തമായി, പരനോടു കൂടെ ഞാൻ, പരനോടു കൂടെ ഞാൻ. നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം അമേരിക്കയിൽ ദേഹ പരിശോധന നടത്തി. പത്രക്കാരെല്ലാം എഴുതി, ഇന്ത്യയുടെ പ്രഥമ പൗരനെ ദേഹ പരിശോധന നടത്തിയത് ഉചിതമായില്ല, അവഗണിച്ചു, ആക്ഷേപിച്ചു. അദ്ദേഹത്തിന്റെ കഴിവ് നമുക്കറിയാം. ഉടൻ അദ്ദേഹം പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അമേരിക്കക്കാരുടെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. VIP-കൾ കടന്നു പോകേണ്ട ഗ്രീൻ ചാനൽ വഴി കടന്നു പോകാതെ സാധാരണക്കാരൻ കടന്നു പോകുന്ന വാതിലൂടെ ഒരല്പം വിനയം കാണിച്ചു പോയതാണ് വിനയായി മാറിയത്. നിങ്ങൾക്കെന്ത് മനസ്സിലായി? 135 കോടി ആളുകളുടെ പ്രഥമ പൗരനായിരുന്നിട്ടും വെറും 50 കോടി ആളുകളുള്ള അമേരിക്കയുടെ മണ്ണിൽ കാലുകുത്തണമെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രസിഡന്റും ഭരണഘടനയും വെച്ച നിയമങ്ങൾ പാലിക്കാതെ ഒരുത്തനും അവിടെ കാലുകുത്താൻ പറ്റില്ല. ഇതൊരു സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവരാജ്യം ഡൊണാൾഡ് ട്രംപിന്റെ വകയല്ല, ദൈവരാജ്യം വ്ളാദിമിർ പുടിന്റെയല്ല, ഒപെക് രാജ്യങ്ങളുടെയല്ല, ചേരിചേരാ പ്രസ്ഥാനത്തിന്റെയല്ല, നാറ്റോ ശക്തികളുടെ അല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ അല്ല, ഏഷ്യ ശക്തികളുടെ അല്ല ദൈവരാജ്യം. സ്വന്തം രക്തം അവസാന തുള്ളി വരെ ക്രൂശിൽ ഊറ്റിക്കൊടുത്ത ദൈവരാജ്യം തന്റെ പേരിൽ തീരാധാരം ചെയ്ത് മേടിച്ച യേശു പറയുന്നു, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ എന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. ഈ രാജ്യം ഇളകുന്നതാണെന്ന് മനസ്സിലാക്കിയ ക്രൂശിനെ കള്ളൻ സെക്കൻഡ് വെച്ച് പറഞ്ഞു, യേശുവേ, ഇവിടെ ഇളകുന്ന രാജ്യത്ത് രാജ്യം സ്ഥാപിക്കുവാൻ പരിശ്രമങ്ങൾ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങുന്നു. ഒരൊറ്റ പടച്ചട്ട എണിയാതെ, പടവാളെടുക്കാതെ, പടക്കളത്തിൽ ഇറങ്ങാതെ, പട നയിക്കാതെ, ഒരു തുള്ളി ചോരയൊടുക്കാതെ, ഒരു AK-47 ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ, ഒരു കുതിരയുടെ കടിഞ്ഞാൻ പിടിയിൽ പോലും പിടിക്കാതെ, സ്നേഹത്തിന്റെ ചരട് കൊണ്ട് മുഴുവൻ ലോകത്തെയും ഉള്ളം കയ്യിൽ വഹിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ ഇളകാത്ത രാജ്യത്തിൽ പ്രവേശിക്കുവാൻ എന്നെയും കൂടെ സഹായിക്കണമേ എന്നവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾക്ക് എന്താ പ്രത്യാശ? അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകൻ പാസ്റ്റർ KC ജോൺ വർഷങ്ങൾക്ക് മുൻപ് പ്രസംഗിച്ച വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ കൊണ്ട് വളർന്ന് പറന്ന് പന്തലിച്ചു നിൽക്കുന്ന പടുകുട്ടൻ വൃക്ഷം അടുത്ത 4ഓ 5ഓ കൊത്തിന് മരം വീഴും. മരത്തിന്റെ ഒപ്പം വാട നിൽക്കുന്ന ഒരു പടുകുട്ടൻ ശിഖരം, അഗ്രത്തിൽ ഒരു തൂക്കണാൻ കുരുവിയുടെ ചെറിയൊരു കൂടും, അത് ഇളകുന്നു. ഓരോ കൊത്തുകുത്തുമ്പോഴും ഇളകുന്നു. ചോദിച്ചു മരം വെട്ടുകാരൻ, പേടിയില്ലേ നിനക്ക്? നൂറ്റാണ്ടുകൾ കൊണ്ട് വളർന്ന് പടർന്നു നിൽക്കുന്ന ഈ പടുവൃക്ഷം അല്പനിമിഷത്തിനകം നിലംപതിക്കും. തന്നോളം വളർന്നു പോകുന്ന ആ ശിഖരവും തല്ലി തകരും. നിന്റെ കൂടെ ഇളകി തെറിച്ചു പോകും. നീ എന്താണ് പാട്ട് പാടുന്നത്? മറുപടി, ഈ മരം ഇവിടെ തല്ലി തകരട്ടെ, എന്റെ ശിഖരം ഇവിടെ തല്ലി ഉടഞ്ഞു പോകട്ടെ, വർഷങ്ങൾ കൊണ്ട് ഞാൻ പടുത്തുയർത്തിയ ഈ കൂടാരം ചിതറിപ്പോകട്ടെ. പക്ഷേ ദൈവം എനിക്ക് 2 ചിറകുകൾ തന്നിട്ടുണ്ട്. വിശ്വാസവും പ്രത്യാശയും എന്ന ചിറക് ഉപയോഗിച്ച് ഞാൻ അനന്തവികായസിലേക്ക് പറന്നുയരും. ഇന്ന് രാത്രി ബഹുമാന്യ സ്നേഹിതരെ, ആകാശം ഇളകുമ്പോൾ, ഈ ഭൂമി ഇളകുമ്പോൾ, കടലും കരയും ഇളകുമ്പോൾ, ഇളകാത്ത രാജ്യത്തിൽ പ്രവേശിക്കുമെന്ന ഉറപ്പുള്ളവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇല്ലാത്തവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണ്, ആ 2 കണ്ണുകളും ഒന്ന് അടച്ചു, ആ കരം നെഞ്ചത്തോടൊന്ന് ചേർത്ത് പിടിച്ച്. പ്രിയപ്പെട്ടവരിൽ ഒറ്റ വാക്ക് പറയാമോ? എനിക്കറിയാൻ 2 മിനിറ്റ് മുന്നോട്ട് പോയെന്ന്, എന്നാലും ഒരു പുതുവർഷം ദൈവം തരികയല്ലേ, ഒരു പുതുവർഷം ദൈവം തരികയല്ലേ? ഒറ്റ വാക്ക് പറയാമോ? യേശുവേ, ഈ രാജ്യം ഇളകുന്നതാണെങ്കിൽ, ഇത് നശിക്കുന്നതാണെങ്കിൽ, നീ സ്ഥാപിക്കുന്ന രാജ്യമാണ് ഇളകാത്തതെങ്കിൽ നിന്റെ രാജ്യം വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ രാജ്യമാണ് സുസ്ഥിരമായ രാജ്യമെങ്കിൽ, കർത്താവേ, ആ രാജ്യത്തിൽ പ്രവേശിക്കുക. ആ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ എന്നെയും കൂടി
എന്നെയും കൂടെ ആര് പ്രാർത്ഥിക്കുമെന്ന് രാത്രി യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി അകത്തേക്ക് സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.